സോ ബ്ലോക്ക് 6 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 05 DG ജെൻഡർ സ്റ്റഡീസിന്റെ. സോ ബ്ലോക്ക് 6ൽ 2 യൂണിറ്റ് ആണ് നിങ്ങൾക്കുള്ളത്. ആദ്യത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂസ് ആണ്. ജെൻഡർ ആൻഡ് വയലൻസ്. സോ ജെൻഡർ ആൻഡ് വയലൻസ് ആണ് ആദ്യത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് ഓഫ് സെക്ഷൽ മൈനോറിറ്റീസ് ആണ്. സോ ആദ്യം തന്നെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യൂണിറ്റ് 1. സോ ജെൻഡർ വയലൻസ് നമ്മളെല്ലാവരും ഫെമിലിയർ ആണ്, കാരണം ഏറ്റവും അധികം ഇഷ്യൂസ് നമ്മൾ ഡേ ടു ഡേ ബേസിസ് കേൾക്കുന്ന ഒരു മേഖലയാണ് ജെൻഡർ വയലൻസ്. സോ ആദ്യം തന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്താണെന്നുള്ളത് നോക്കാം. സോ ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുമ്പോൾ അത് റാൻഡം ആയിട്ടുള്ളൊരു വയലൻസ് അല്ല, അതൊരു പ്രത്യേക സോഷ്യൽ ഫിനോമിന ആയിട്ട് വേണം നമ്മൾ കരുതാനായിട്ട്. അതായത് ആ സോഷ്യൽ ഫിനോമിനയുടെ റൂട്ട് കോസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പവർ ഇംബാലൻസ് കാണാം. അതായത് 2 ജെൻഡേഴ്സ് ആണ് പ്രോമിനന്റ്ലി ഉള്ളത്, അല്ലെ, മെയിൽ ആൻഡ് ഫീമെയിൽ. സോ ഇവരുടെ ഇടയിലുള്ള ഒരു പവർ ഇംബാലൻസിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ ജെൻഡർ ബേസ്ഡ് വയലൻസ്. സോ വെരി ബേസിക് ആയിട്ട് ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി വയലൻസ് ഡയറക്റ്റഡ് അറ്റ് എനി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ ജെൻഡർ. ഇറ്റ് എയിംസ് ടു ഡിഗ്രേഡ് ആൻഡ് സബ്ജുഗേറ്റ്. സോ ജെൻഡർ ബേസ്ഡ് വയലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരെ വയലൻസിന് വിധേയമാക്കുന്നത് ആണ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുന്നത്. So it stems from an unequal distribution of power between men and women reinforced by cultural norms and structural inequality. So നമ്മുടെ ഓൾറെഡി സൊസൈറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്, അല്ലെ. സോ ഈ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ആകുമ്പോഴത്തേക്ക് അവിടെ മേധാവിത്വം അല്ലെങ്കിൽ ഡോമിനൻസ് ആരുടെയാണ്? മെയിൽ ജെൻഡറിന്റെയാണ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെയാണ്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണ് ഉള്ളത്. ആൻഡ് അതിന് കൂടാതെ എന്തും കൂടെ ഉണ്ട്, കൾച്ചറലി നമ്മളുടെ സൊസൈറ്റിയിലുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും ആരെയാണ് ഫേവർ ചെയ്യുന്നത്? പുരുഷന്മാരെയാണ് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. സോ അവിടെ ഓൾറെഡി എന്താണ്, ഒരു അൺഈക്വൽ അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ഓഫ് പവർ കാണാം സ്ത്രീകൾക്കെതിരെ. സോ ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുമ്പോഴത്തേ അത് എപ്പോഴും ടാർഗറ്റ്സ് ആരാണ്? സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളാണ്. സോ ഒരു കൂടുതൽ ഇൻക്ലൂസീവ് ടേം ആയിട്ടാണ് നമ്മൾ ജെൻഡർ ബേസ്ഡ് വയലൻസ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നോർമലി വയലൻസ് അഗൈൻസ്റ്റ് വിമൻ. സോ ജെൻഡർ എന്നുള്ള ആ ടേം ഉപയോഗിക്കുമ്പോഴത്തേക്ക് മെൻ വിമൻ എന്നുള്ള ജെൻഡേഴ്സ് മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, അല്ലെ, ദർ ആർ അതർ ജെൻഡേഴ്സ് ഓൾസോ. സോ ആ ഒരു ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വി യൂസ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്നുള്ള ടേം. സോ അതുവഴി എന്താണ്, ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് വൈൽ വിമൻ ആൻഡ് ഗേൾസ് ആർ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി അഫക്റ്റഡ്, മെൻ, ബോയ്സ് ആൻഡ് LGBTQ+ community also experience violence based on gender expectations and sexual orientation. സോ എന്ത് മനസ്സിലാക്കണം? ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്നുള്ള ടെർമിനോളജി ഉപയോഗിക്കുന്നത് വഴി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമല്ല വയലൻസിന് അല്ലെങ്കിൽ ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വയലൻസിന് വിധേയമാകേണ്ടി വരുന്നത്. അത് പുരുഷന്മാരാകാം അല്ലെങ്കിൽ ആൺകുട്ടികളാകാം, കൂടാതെ ദ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ ഡിഫറെന്റ് സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളവരാകാം. സോ UN 3 രീതിക്കാണ് ഈ വയലൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് there are 3 categories of violence. സോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ violence in the family, മറ്റൊന്ന് violence in the community, and violence by the state. സോ യുഎന്റെ സ്പെഷ്യൽ റാപ്പർട്ടോഴ്സിന്റെ പ്രകാരമാണ് ഇറ്റ് ക്ലാസിഫൈസ് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനാണ് ഈ 3 ആയിട്ട് തിരിച്ചിട്ടുള്ളത്. സോ വയലൻസ് ഇൻ ദ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉൾപ്പെടും? ഡൊമസ്റ്റിക് വയലൻസിന്റെ ഭാഗമാണ്, ഡൗറി റിലേറ്റഡ് വയലൻസ് ഉണ്ട്, ഓണർ കില്ലിംഗ് അല്ലെങ്കിൽ സെക്സ് സെലക്റ്റീവ് അബോർഷൻ, ഫീമെയിൽ ജെനറ്റൈൽ മ്യൂട്ടിലേഷൻ. ഇതെല്ലാം എന്താണ്? ഫാമിലി ഇൻ ദി വയലൻസ്, കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന വയലൻസ് ആണ്. വയലൻസ് ഇൻ ദി കമ്മ്യൂണിറ്റി സെക്കൻഡ് കാറ്റഗറി നോക്കുമ്പോഴത്തേക്കും സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആകാം അല്ലെങ്കിൽ പബ്ലിക് സ്ഥലങ്ങളിലാകാം, ആസിഡ് അറ്റാക്സ്, ട്രാഫിക്കിംഗ്, വയലൻസ് അഗൈൻസ്റ്റ് മാർജിനലൈസ് ഗ്രൂപ്പ്സ്, ഇതെല്ലാം എന്താണ്? വയലൻസ് ഇൻ ദി കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് വയലൻസ് ബൈ ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കസ്റ്റോഡിയൽ റേപ്പ് അല്ലെങ്കിൽ ടോർച്ചർ, വയലൻസ് ഇൻ മിലിറ്ററൈസ്ഡ് സോൺസ് ആൻഡ് നിഗ്ലക്ട് ഓഫ് റെഫ്യൂജീസ് ഓർ മൈഗ്രന്റ് വർക്കേഴ്സ്, ഇതെല്ലാം എന്താണ്? വയലൻസ് ബൈ ദ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് പെർട്ടിക്കുലർ ജെൻഡർ ഗ്രൂപ്പിന്റെ മേൽ ഉണ്ടാക്കുന്ന കൈൻഡ്സ് ഓഫ് വയലൻസ് ആണ്.
സോ മീഡിയയ്ക്ക് ഒരു പ്രത്യേക റോൾ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലല്ല. അതായത് മീഡിയ എന്ത് ചെയ്യുന്നു, ഇറ്റ് സെർവ്സ് ആസ് ദ പ്രൈമറി ചാനൽ ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ടു ദി മാസസ്. നമ്മൾ പല കാര്യങ്ങളും അതിവേഗത്തിൽ നടക്കുന്ന അതേ നിമിഷത്തിൽ അറിയുന്നത് എങ്ങനെയാണ്? മീഡിയ സോഴ്സസ് വഴിയാണ്, അല്ലേ? സോ മീഡിയനെ നമ്മൾ പ്രധാനമായിട്ട് എന്താണ് 3 ടൈപ്സ് ആയിട്ട് നമുക്ക് പറയാം. പ്രിന്റ് മീഡിയ ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ട്, ഇന്റർനെറ്റ് ബേസ്ഡ് മീഡിയാസ് ഉണ്ട്. സോ പ്രിന്റ് മീഡിയ നമ്മൾ എല്ലാവരും ഫെമിലിയർ ആണ്. ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള എന്തും പ്രിന്റ് മീഡിയയുടെ ഭാഗമാണ്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റേഡിയോ, ടെലിവിഷൻ. ഇന്റർനെറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സോഷ്യൽ മീഡിയ ആകാം, ബ്ലോഗ്സ്, പോഡ്കാസ്റ്റ്, അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകാൻ കഴിയുന്ന സാധ്യത ഉള്ള ടൈപ്സ് എല്ലാം ഇന്റർനെറ്റ് ബേസ്ഡ് മീഡിയ ആണ്. സോ മീഡിയയുടെ ഒരു ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഇമ്പാക്ട്സ് ഉണ്ട്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ എന്താണ്? അതൊരു എംപവറിംഗ് എഫക്റ്റ് ഉണ്ട് മീഡിയയ്ക്ക്. അതായത് ഇപ്പോ ഇന്റർനെറ്റ് ബേസ്ഡ് മീഡിയയുടെ വരവോടെ എന്ത് സാധിച്ചു? ആളുകൾ വെറും മീഡിയ കൺസെപ്ഷനിൽ നിന്ന് മാറി എന്ത് ചെയ്യാനായിട്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നവരായി മാറി. രണ്ടാമതായിട്ട് ഒരു അവയർനെസ് ഉണ്ട്. അതായത് ഇറ്റ് എൻഹാൻസസ് ആക്സസ് ടു നോളജ് ആൻഡ് പ്രൊമോട്ട്സ് ട്രാൻസ്പാരൻസി ഇൻ റിപ്പോർട്ടിംഗ് സോഷ്യൽ ഇൻജസ്റ്റിസസ്, അല്ലേ? ഇപ്പോ എന്ത് സംഭവിച്ചാലും ആളുകൾക്ക് തന്നെ, അതൊരു മെയിൻ സ്ട്രീം മീഡിയ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും നമുക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻജസ്റ്റിസിനെതിരെ പൊരുതാനുള്ള ഒരു ആയുധമാക്കാനുള്ള ഒരു പ്രോബബിലിറ്റി മീഡിയയ്ക്കുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് ചില മേഖലകളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളും ചില സ്ഥാപനങ്ങളോ ചില സംഘടനകൾക്കോ ഉള്ള അവരുടെ താല്പര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പലപ്പോഴും മീഡിയനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ ഒരു തോട്ട് പ്രോസസ് ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്താണ്? ഇന്റർനെറ്റ് ബേസ്ഡ് മീഡിയ വന്നപ്പോഴത്തേക്ക് ദാറ്റ് ഇസ് നൗ ബീങ് ചാലഞ്ച്ഡ്. സോ ആരെങ്കിലും എന്തെങ്കിലും ഒരു മുൻവിധിയോടെ അല്ലെങ്കിൽ ഒരു പ്രീച്ച് ജഡ്ജ്ഡ് ആയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ എന്താണ്? മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് അവരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുപ്പിക്കാനായിട്ട് കഴിയും. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട് എന്താണെന്നുള്ളതാണ്. സോ നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ബയസ് ആണ്. ബയസ് എന്ന് പറയുമ്പോഴത്തേക്ക് റിപ്പോർട്ടിംഗ് ക്യാൻ ബി കൺട്രോൾഡ് മാനിപ്പുലേറ്റഡ് ബൈ പവർഫുൾ ഇൻട്രസ്റ്റ്. അതായത് പല മീഡിയ ഗ്രൂപ്പ്സും എന്താണ്? they may be owned by larger cohorts of business groups. വലിയ വേറെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആകാം ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അവരുടെ താല്പര്യ പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും മീഡിയയിൽ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. സോ അങ്ങനെ ഒരു ബയസ് നമുക്ക് കാണാം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂഷൻ. അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ പലപ്പോഴും എന്താണ്? മെയിൻ സ്ട്രീം മീഡിയാസിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും അവർക്ക് ആക്സസിബിൾ ആവുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ലഭ്യത കുറവുണ്ട്. ആൻഡ് ഒരു ഡിസ്റ്റോർഷനും നമുക്ക് കാണാം. അതായത് ചില നേരം എന്ത് ചെയ്യും? മീഡിയ എന്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയും? ആളുകളെ ഒരു ഇന്റിമിഡേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആണെന്നുള്ള മറവിൽ കൾച്ചറിന്റെ ഭാഗമാക്കി മാസായിട്ട് പ്രചരിപ്പിക്കാനുള്ള ഒരു സ്കോപ്പും മീഡിയയ്ക്കുണ്ട്. സോ അതാണ് നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. സോ മീഡിയയ്ക്ക് ഈ പറയുന്ന ഒരു വലിയൊരു റോൾ ഉണ്ട് ഇൻ പ്രൊപ്പഗേറ്റിംഗ് ജെൻഡർ വയലൻസ്. കാരണം മീഡിയ എന്ത് ചെയ്യുന്നു? പല സന്ദർഭങ്ങളിലും മീഡിയ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഐഡിയ ഇതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. സോ ഇതിന് വിരുദ്ധമായിട്ട് എന്ത് സംഭവിച്ചാലും എന്താണ്? അത് തെറ്റാണ്, അല്ലെങ്കിൽ പലപ്പോഴും അത് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നു. Now coming to the impact of media. ഇമ്പാക്ട് ഓഫ് മീഡിയ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി ലെറ്റ്സ് ഗോ ടു ജെൻഡർ ബേസ്ഡ് വയലൻസിലെ ആദ്യത്തെ പ്രധാന ടൈപ്പ്, ഡൊമസ്റ്റിക് വയലൻസ്. സോ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെ? പക്ഷെ എന്താണ് ഇതിന്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് അബ്യൂസീവ് ഓർ കൊഹേഴ്സീവ് ബിഹേവിയർ ഒക്കറിംഗ് ബിറ്റ്വീൻ അഡൾട്ട്സ് ഓർ അഡോളസൻസ് ഇൻ ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഇറ്റ് ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് അറ്റാക്സ് ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ, സെക്ഷൽ, സൈക്കോളജിക്കൽ ഓർ എക്കണോമിക്. സോ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോഴേ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? അത് അബ്യൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൊഹേഴ്സീവ് ആയിട്ട് ബലപ്രയോഗം നടത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം രണ്ട് അഡൽട്സ് തമ്മിൽ
രണ്ടോ അതിൽ കൂടുതൽ അഡൽട്സ് തമ്മിൽ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന വയലൻസ് ആണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അത് ഏത് രൂപത്തിൽ വേണോ ആകാം, ഫിസിക്കൽ ആയിരിക്കാം, സെക്ഷുവൽ ആയിരിക്കാം, സൈക്കോളജിക്കൽ ആവാം, എക്കണോമിക് ആവാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് വയലൻസിന്റെ കീഴിൽ വരുന്നു. സോ ഫീച്ചേഴ്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് പറയുകയാണെങ്കിൽ നമുക്ക് 5 പ്രധാന ഫീച്ചേഴ്സ് പറയാം. അതായത് റിലേഷൻഷിപ്പ് കോണ്ടെക്സ്റ്റ്. സോ ഇറ്റ് ഇസ് perpetuated by current or former partners. സോ റിലേഷൻഷിപ്പ് കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ വയലൻസിന് ആകുന്ന ആളും ചെയ്യുന്ന ആളും ആരാണ്? ഒന്നി നമ്മളുടെ കറണ്ട് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാർട്ട്ണർ ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ് ആയിരിക്കാം. സോ ദിസ് ഇൻക്ലൂഡ്സ് ഡേറ്റിംഗ്, മാരിഡ് ഓർ കൊഹാബിറ്റിംഗ് കപ്പിൾസ് റിഗാർഡ്ലെസ് ഓഫ് ദ ജെൻഡർ ഓർ സെക്ഷൽ ഓറിയന്റേഷൻ. സോ ഇത് ആരുടെ ഇടയിൽ വേണമെങ്കിലും ആകാം. വിവാഹം ചെയ്തിട്ടുള്ളവർ മാത്രം ആകണമെന്നില്ല. വിവാഹം ചെയ്തിട്ടുള്ളവരാകാം, ലിവിങ് ടുഗദർ ആയിട്ടുള്ള കപ്പിൾസ് ആകാം, അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാകാം. ഏതൊരു റിലേഷൻഷിപ്പ് ഏത് തരത്തിൽ ഡിഫൈൻ ചെയ്താലും റിലേഷൻഷിപ്പ് ആയിട്ടുള്ള രണ്ടോ അതിലധികം ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നതാണ്. ആൻഡ് കൺസിസ്റ്റന്റ് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ വൺ ഓഫ് ഇൻസിഡന്റ്. സോ പലപ്പോഴും ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു ഇൻസിഡൻസ് കാണും. പക്ഷെ എന്താണ്, ആ ഒരു പ്രാവശ്യം ആ ഒരു വയലന്റ് എപ്പിസോഡിൽ നിന്ന് അവസാനിക്കുന്നില്ല. ഇവിടെ ഒരു റിക്കറിംഗ് സ്വഭാവം ഡൊമസ്റ്റിക് വയലൻസിലുണ്ട്. സോ ഇറ്റ് ഇസ് എ കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് വയലന്റ് ആൻഡ് കൺട്രോളിംഗ് ബിഹേവിയർ യൂസ് ടു ഡോമിനേറ്റ് ദി അതർ പേഴ്സൺ. സോ അവിടെ എപ്പോഴും എന്താണ്, ഒരു ഭർത്താവ് അടിക്കുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ അത് ആദ്യമായിട്ട് ഉണ്ടായ ഒരു സന്ദർഭം ഉണ്ടാവും, പക്ഷെ പിന്നീട് എന്താണ്, അത് തുടർക്കഥയായിട്ട് മാറുന്നു. So perpetrators use specific tactics, some of which are illegal to exert authority. So these actions are carried out over time across multiple episodes. So deliberate tactics മറ്റൊരു ഫീച്ചർ ആണ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ഡെലിബറേറ്റ് ടാക്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തരത്തിലുള്ള വയലൻസ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് വിധേയമാക്കുന്ന ആളുകൾ എപ്പോഴും എന്ത് ചെയ്യും, അവർ പല രീതിയിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പറയുന്ന സബ്മിസീവ് ആയിട്ടുള്ള പാർട്ട്ണറിനെ കീഴ്പ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഫിയർ ഫാക്ടർ മറ്റൊരു ഫീച്ചറാണ്. അതായത് ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ശാന്തമായിട്ട് ഒരു ഹാർമോണിയസ് ആയിട്ട് ഒരു ലവിങ് നേച്ചറുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. പകരം എന്താണ്, അവിടെ പേടി അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്നത് ഇവരുടെ ഇടയിലുള്ള ഡൈനാമിക്കിന്റെ ഒരു പ്രധാന കൺട്രോളിങ് ഏജന്റ് ആണ്. ആൻഡ് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇസ് പേർപ്പസ്ഫുൾ കൺട്രോൾ. അതായത് ഇവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്താണ്, അറ്റ് ദ സ്പെയർ ഓഫ് ദ മൊമെന്റ്, ആ ഒരു നിമിഷത്തിൽ പറ്റിപ്പോകുന്നതല്ല. പലപ്പോഴും എന്താണ്, ഇറ്റ് ഇസ് ഡെലിബറേറ്റ്. സോ ദി അൾട്ടിമേറ്റ് ഗോൾ ഇസ് ടു ഫോഴ്സ് കംപ്ലയൻസ് ആൻഡ് അച്ചീവ് ടോട്ടൽ കൺട്രോൾ ഓവർ ദി വിക്ടിംസ് ലൈഫ്. സോ ഇവർ ഈ ഒരു പെരുമാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ പാർട്ട്ണർ ആരാണോ അവരെ പൂർണ്ണമായിട്ടും ഇവരുടെ കൺട്രോളിൽ കൊണ്ടുവരിക, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവോടെയാണ് ഇവർ ഇങ്ങനത്തെ ഒരു വയലന്റ് ബിഹേവിയറിൽ ഏർപ്പെടുന്നത്. സോ ഇമ്പാക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് പറയുകയാണെങ്കിൽ ഫാർ ഫെച്ചിങ് റിയാക്ഷൻസ് ആണ് അതിനുള്ളത്, അല്ലെ. ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പലപ്പോഴും അത് സൊസൈറ്റിയിലും കൂടെ വരുന്നതാണ്. സോ ഇൻഡിവിജ്വലി പറയുകയാണെങ്കിൽ എന്താണ്, ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമാകുന്ന ആളുകൾ ഒബ്വിയസ്ലി ഒരു ഫിസിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാകും, സൈക്കോളജിക്കൽ ട്രോമ അവർക്ക് കാണും. അതേപോലെ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഇഞ്ചുറീസിന്റെ ഫലമായിട്ട് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസിന് വരെ സാധ്യതയുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ ഫാമിലി എങ്ങനെയാണ് അഫക്റ്റഡ് ആകുന്നത്. ഇറ്റ് ഡിസ്റപ്റ്റ്സ് ദി ഹോം എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ക്യാൻ കോസ് ഡെവലപ്മെന്റൽ ഓർ ഇമോഷണൽ ഹാം ടു ചിൽഡ്രൻ. സോ ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല, അല്ലെ, അവിടെ മറ്റുള്ള ആളുകളുണ്ട്. ഇറ്റ് മേ ബി ഇൻലോസ് ആകാം, അല്ലെങ്കിൽ പാരന്റ്സ് ആകാം, അല്ലെങ്കിൽ അവരുടെ കുട്ടികളാകാം. സോ അവിടെ എന്ത് ചെയ്യുന്നു, ആ വീടെന്നുള്ള ഹോം എൻവയൺമെന്റ് ത്രെട്ടൻഡ് ആവുകയാണ്. കൂടാതെ അവരുടെ കൂടെ താമസിക്കുന്ന ആളുകളുടെ കുട്ടികളാണെങ്കിൽ അവരുടെ എന്ത് ചെയ്യുന്നു, ഡെവലപ്മെന്റും ഇമോഷണൽ ഹാമും വിധേയമാക്കുന്നു. ആൻഡ് കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിലോ, ഇറ്റ് കോസസ് ഇൻക്രീസ് പ്രഷർ ഓൺ ഹെൽത്ത് കെയർ, ലീഗൽ സിസ്റ്റംസ് ആൻഡ് സോഷ്യൽ സർവീസസ്. സോ ഇങ്ങനത്തെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കമ്മ്യൂണിറ്റിയുടെ ഇടപെടൽ എങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഫിസിക്കൽ ഹാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഉപയോഗിക്കേണ്ടി വരും. കൂടാതെ എന്താണ്, റിപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണത്. സോ അവിടെ എന്ത് ചെയ്യുന്നു, ലീഗൽ സിസ്റ്റംസ് ഇൻവോൾവ് ആകുകയാണ്. കൂടാതെ കുട്ടികൾ ഇൻവോൾവ് ആണെങ്കിൽ അവരുടെ കെയർ സ്റ്റേറ്റിലേക്ക് പോകും. സോ അവിടെ സോഷ്യൽ സർവീസസും വരും. സോ ഈ പറയുന്ന ഇൻഡിവിജ്വലിസ്റ്റിക്കലിയും ഫാമിലി ബേസിലും കമ്മ്യൂണിറ്റി ലെവലിലും എല്ലാം എന്താണ്,
ഡൊമസ്റ്റിക് വയലൻസിന്റെ റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ അതിന്റെ തുടർച്ച നമുക്ക് കാണാം. സോ ഡൊമസ്റ്റിക് വയലൻസും ജെൻഡർ എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്യുന്നത്? സോ ദി ജെൻഡർ നേച്ചർ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആണ് നോക്കേണ്ടത്. ആദ്യം തന്നെ സോഷ്യോളജിസ്റ്റ് ആർഗ്യൂ ദാറ്റ് ഡൊമസ്റ്റിക് വയലൻസ് സോഷ്യലി ആൻഡ് ഹിസ്റ്റോറിക്കലി കൺസ്ട്രക്ട്. സോ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വ്യക്തികൾ തമ്മിൽ സംഭവിക്കുന്നത് മാത്രമല്ല, അതിന്റെ പിറകിൽ എന്തും കൂടെ ഉണ്ട്, ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, ഒരു ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഇമ്പൾസ് ബട്ട് ഇസ് ടൈഡ് ടു ഹൗ ജെൻഡേഴ്സ് ആർ റേസ്ഡ്. അത് ഓരോരോ വ്യക്തികളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല, പകരം എന്താണ്, ആ ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ബിഹേവിയർ പഠിക്കുന്ന നിമിഷം തൊട്ട് ഇൻഹെറന്റ് ആയിട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാകാം. സോ അതിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് സോഷ്യലൈസേഷൻ ഓഫ് മെൻ നോക്കുകയാണെങ്കിൽ, ഇൻ മെനി കൾച്ചേഴ്സ് മെൻ ആർ socialized to believe that they should maintain dominance in a relationship. Physical force is often viewed as a tool to enforce this control. So പല സന്ദർഭങ്ങളിലും പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെ വളർത്തുന്ന ആ പ്രോസസ്സിൽ അവർ കാണുകയും അല്ലെങ്കിൽ അവർക്ക് ഇന്റൻഷനലി ആൻഡ് അൺഇൻറ്റൻഷനലി പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്, ഒരു റിലേഷൻഷിപ്പ്, ഒരു സ്ത്രീയും പുരുഷന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിൽ എപ്പോഴും അവിടെ ഒരു ഡോമിനൻസ്, ഒരു അപ്പർ ഹാൻഡ് ആർക്കായിരിക്കണം എന്നാണ്, പുരുഷനായിരിക്കണമെന്നും ആ ഡോമിനൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫിസിക്കൽ ഫോഴ്സ് ഒരു ആയുധമാക്കി മാറ്റാമെന്നുള്ളതാണ്. സോ ഇത് കാരണമാണ് വയലൻസ് പലപ്പോഴും ഡൊമസ്റ്റിക് സ്ഫിയറിൽ കാണപ്പെടുന്നത്. അവിടെ എപ്പോഴും എന്തായിരിക്കും, പുരുഷന്മാർ പെർപെട്രേറ്റേഴ്സ്, അതായത് പുരുഷന്മാരായിരിക്കും ഈ ഡൊമസ്റ്റിക് വയലൻസിന് സ്ത്രീകളെ വിധേയമാക്കുന്നത്. സോ സ്ത്രീകൾ എപ്പോഴും എന്താണ്, വിക്ടിംസ് ആയിരിക്കും ഇവിടെ. So when both genders use physical force, the frequency and severity of injuries are significantly higher when the perpetrator is male. സോ ഈ പറയുന്ന പോലെ എന്താണ്, പുരുഷന്മാർ എപ്പോഴും പെർപെട്രേറ്റേഴ്സും സ്ത്രീകൾ എപ്പോഴും വിക്ടിം ആകണം എന്നില്ല. ഇറ്റ് ക്യാൻ ബി ദ അതർ വേ. സ്ത്രീകളായിരിക്കാം പുരുഷന്മാരെ ഈ ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമാക്കുന്നത്. പക്ഷേ ഏതൊരു സാഹചര്യത്തിൽ ആരായാൽ പോലും സിവിയാരിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സിവിയാരിറ്റി കൂടുന്നത് എപ്പോഴാണ്, എപ്പോഴും പുരുഷന്മാർ പെർപെട്രേറ്റേഴ്സ് ആകുമ്പോഴത്തേക്കാണ്. കാരണം പലപ്പോഴും ഫിസിക്കൽ ഫോഴ്സ് ഇവര് പെർപെട്രേറ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഉപയോഗം കൂടുതലായിരിക്കാം. സോ എന്തുകൊണ്ടാണ് ഈ വയലൻസ് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സോ പുരുഷന്മാർ എന്തായിട്ടാണ് കാണുന്നത്, പ്രൈമർലി ദേ യൂസ് വയലൻസ് ടു എക്സേർട്ട് പവർ ആൻഡ് കൺട്രോൾ ഓവർ ദ പാർട്ട്നേഴ്സ്. കാരണം എന്താണ്, ഇവരുടെ ഒരു മാസ്കുലിനിറ്റി എന്ന് ഇവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാക്കുക, അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ ഇവരിൽ ആ ഒരു അൺകോൺഷ്യസ്ലി അങ്ങനെ ഒരു ധാരണ അവരിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതായത് പുരുഷന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളവരാണ്, അല്ലെങ്കിൽ അവർക്ക് ആ സുപ്പീരിയർ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ മേലിൽ ആ ഡോമിനൻസ് വരുത്താമെന്നുള്ള ഒരു ധാരണയിൽ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, പവർ ആൻഡ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പാർട്ട്നേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സ്ത്രീകൾ അതേസമയം എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അവർ എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്, സെൽഫ് ഡിഫെൻസിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്സിൽ മാത്രമല്ല, അതായത് സ്ത്രീയും പുരുഷനും കൂടെ ഉള്ള ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്സിൽ മാത്രമല്ല കാണുന്നത്, ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പിലും കാണാം, അതായത് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്സിലും കാണാം. സോ ഹെട്രോസെക്ഷൽ മോഡൽ ആണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതായത് മെയിൽ ടു ഫീമെയിൽ വയലൻസ് ഓഫൻ സെർവ്സ് ആസ് ദ ബ്ലൂ പ്രിന്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ വൺ പാർട്ട്ണർ യൂസസ് ഇന്റിമിഡേഷൻ ടു കൺട്രോൾ another regardless of sexual orientation. സോ ഇവിടെ എന്താണ്, സെക്ഷൽ ഓറിയന്റേഷൻ ഇപ്പൊ ഹോമോസെക്ഷൽ ആണോ അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽ ആണോ എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടാതെ പലപ്പോഴും എന്താണ്, ഈ ഹെട്രോസെക്ഷൽ മോഡലാണ് ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു പഠനത്തിന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ആ ഉപയോഗിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്, എപ്പോഴും ഒരു പാർട്ട്ണറെ എങ്ങനെയാണ് മറ്റുള്ളൊരാളുടെ ഇടയിൽ മറ്റൊരാളുടെ മേളിൽ ആ ഇന്റിമിഡേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ കൺട്രോൾ, ഫിസിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്.
സോ ഹോമോസെക്ഷൽസിലേക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗേ മെന്നിനെ എടുത്തു കഴിഞ്ഞാൽ, അതായത് മെയിൽ ടു മെയിൽ അട്രാക്ഷൻ ഉള്ള ഗേ മെന്നുകളെ എടുത്തു കഴിഞ്ഞാൽ, they may struggle to identify as victims because being a victim is stereotypically seen as unmanly. So ഗേ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുരുഷനും അട്രാക്റ്റഡ് ആകുന്നതിനാണ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഗേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ അവിടെ ഒരു ഇതേപോലെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു പുരുഷനായിരിക്കും അത് പെർപെട്രേറ്റർ ആകുന്നതും മറ്റൊരു വശത്ത് എന്താണ് വേറൊരു പുരുഷൻ തന്നെയായിരിക്കും. സോ ആ വിക്ടിം എന്നുള്ള അല്ലെങ്കിൽ ആ വിക്ടിം സൈഡിൽ ആരാണോ അവർക്ക് എന്താണ് വിക്ടിം ആണെന്നുള്ള അത് പ്രകടിപ്പിക്കാനുള്ള ഒരു മുൻവിധി അല്ലെങ്കിൽ ഒരു മടുപ്പ് കാണും. കാരണം എന്താണ്, വിക്ടിം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ശേഷി കുറഞ്ഞ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ഒരാളാണ് വിക്ടിം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അല്ലേ. സോ ഒരു പുരുഷൻ എങ്ങനെയാണ് ആ ഒരു സ്റ്റീരിയോടിപ്പിക്കലി ഒരു വീക്കാണെന്ന് സ്വയം ധരിപ്പിക്കുക. സോ അപ്പോൾ എന്താണ് സ്റ്റീരിയോടിപ്പിക്കലി അവർ അൺമാൻലി ആണെന്ന് ആകില്ലേ എന്നുള്ള ഒരു ബോധ്യത്തോടെ പലപ്പോഴും എന്താണ് അവര് വിക്ടിംസ് ആണെന്ന് തുറന്ന് കാട്ടില്ല. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു, കമ്മ്യൂണിറ്റീസ് പലപ്പോഴും എന്ത് ചെയ്യും, മെയിൽ റിലേഷൻഷിപ്പ് അല്ലേ അവിടെ ദിസ് ഇസ് നോർമൽ എന്നുള്ള ആ ഒരു കടന്നുകയറ്റം അവിടെ ഉണ്ടാവുകയാണ്. അതേപോലെയാണ് ലെസ്ബിയൻ റിലേഷൻഷിപ്സ് എടുക്കുമ്പോൾ, അതായത് സ്ത്രീയും കൂടെ എടുക്കുമ്പോഴത്തേക്ക് അവിടെ എപ്പോഴും എന്താണ് സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ് നേച്ചർ ഉള്ളവരായിട്ട് കരുതുന്നതുകൊണ്ട് സ്ത്രീകൾ എന്താവുന്നില്ല വയലന്റ് ആയിട്ടുള്ള ആളുകളല്ല എന്നുള്ള ധാരണയിൽ എന്ത് ചെയ്യുന്നു, അവരുടെ ഇടയിൽ അങ്ങനെ ഒരു വയലന്റ് റിലേഷൻഷിപ്പ് വരാനുള്ള സാധ്യത ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബ്യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്യൂസിനെ അങ്ങനെ നിസ്സാരമാക്കി മാറ്റുകയാണ്. ആൻഡ് സൊസൈറ്റി ഈ ഡിഫറെന്റ് സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളവരുടെ റിലേഷൻഷിപ്പിൽ കാണപ്പെടുന്ന ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചുള്ള ധാരണ അവരുടെ എന്താണ്, അവർ വിചാരിക്കുന്നത് എന്താണ്, ഈ തരത്തിലുള്ള ഹോമോ സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളവരല്ലേ, സോ ഇവരുടെ ഇടയിൽ ഇത് സ്വാഭാവികമാണെന്നുള്ള ഒരു സൊസൈറ്റൽ ഹോമോഫോബിയ നമുക്ക് അവിടെ കാണാം. സോ ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് വയലൻസ്. ഇനി കമ്മിങ് ടു റേപ്പ് എന്ന് പറയുന്നത് മറ്റൊരു ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. സോ റേപ്പിനെ നമ്മൾ എന്താണ് ഒരു സിവിയർ ഫോം ഓഫ് സെക്ഷൽ വയലൻസ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് എന്താണ് ഒരു ഹയറാർക്കി ഉണ്ടെങ്കിൽ ആ ഡൊമസ്റ്റിക് വയലൻസിനെയും കാട്ടിയും കുറച്ചും കൂടെ സിവിയാരിറ്റി കൂടിയ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് വയലൻസ് ആയിട്ടാണ് റേപ്പിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദി മോസ്റ്റ് violent and fourth most common type of gender based violence in India. So ഇന്ത്യയുടെ ഒരു ഇൻസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും വയലന്റ് ആയിട്ടുള്ളത് നാലാമതായിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ് റേപ്പ് എന്ന് പറയുന്നത്. അതായത് ജെൻഡർ ബേസ്ഡ് വയലൻസ് എടുത്തു കഴിഞ്ഞാൽ 4ാം സ്ഥാനം റേപ്പിനാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 2021 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം എത്ര 31,000 അതായത് 31,677 കേസസ് ആണ് 2021 ഈ രാജ്യത്തിൽ ഇന്ത്യയിൽ റേപ്പ് എന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് പ്രൈമറി വിക്ടിംസിനെ നോക്കുകയാണെങ്കിൽ പീപ്പിൾ ഓഫ് ഓൾ ജെൻഡേഴ്സ് ക്യാൻ ബി വിക്ടിം. It can be women, it can be girls, or it can be transgender individuals. സോ കൂടുതലും ആരാണ് ഈ രജിസ്റ്റർഡ് കേസസിലെല്ലാം കണ്ടുവരുന്ന വിക്ടിംസ് ആയിട്ട് നമ്മൾ പറയുന്നത്, അതായത് സ്ത്രീകളായിരിക്കാം, പെൺകുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് ആണ് കൂടുതലും വിക്ടിംസ് അല്ലെങ്കിൽ ടാർഗറ്റഡ് ഗ്രൂപ്പിൽ വരുന്നത്. So it is important to distinguish that rape falls under the broader umbrella of sexual violence. So ഇത് സെക്ഷൽ വയലൻസിന്റെ ഒരു ഭാഗമായിട്ടാണ് റേപ്പിനെ നമ്മൾ കാണേണ്ടത്. സോ സെക്ഷൽ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു രീതിക്ക് ആകാം. അതായത് ഫിസിക്കലായിട്ടുള്ള അഡ്വാൻസസ് ആകണം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു സെക്ഷൽ നേച്ചറിലുള്ള ഒരു ആക്ട് ആകണമെന്ന് മാത്രമില്ല. ഇറ്റ് ക്യാൻ ബി ഒരു ചൂളമടിക്കുന്നതാകാം, അതായത് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് കമന്റ് അടിക്കുക, സെക്ഷൽ കോമൻസ് ആകാം, അല്ലെങ്കിൽ ചെറിയ നോണ്ടലുകളും തോണ്ടലും അഡ്വാൻസസ് ആകാം, അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റീസ്, ഇൻഡീസെന്റ് എക്സ്പോഷേഴ്സ്, ട്രാഫിക്കിംഗ്, അല്ലെങ്കിൽ കൊഹേഴ്സീവ് ആയിട്ട് ബലപ്രയോഗമാകാം അഗേൻസ്റ്റ് എ പേഴ്സൺസ് സെക്ഷുവാലിറ്റി. സോ ഒരു രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആളുകളുടെ ഇടയിൽ ഒരു സമ്മതം കൂടാതെ, അതായത് അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്തോ ആയിക്കോട്ടെ, ആ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാതെ
അവരുടെ കൺസെന്റ് ഇല്ലാതെ സംഭവിക്കുന്നതാണ് സെക്ഷൽ വയലൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ റേപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. അതായത് റേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും സ്ട്രേഞ്ചർ ആയിരിക്കാം ഒരു ആളെ റേപ്പ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സാഹചര്യങ്ങളിൽ എന്താണ്, റേപ്പ് വിക്ടിംസിന് അറിയാമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് നേരത്തെ പരിചയമുള്ള ആളുകളായിരിക്കാം അവരെ ഈ ഒരു സെക്ഷൽ വയലൻസിന് വിധേയമാക്കുന്നത്. ആൻഡ് റേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഓൾവേസ് ലീവ്സ് നോട്ടിസബിൾ ഫിസിക്കൽ വോൺസ് എന്നുള്ളതും ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് റേപ്പ് നടന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരാള് എന്താണ് മുറിവുകളും കേടുപാടുകളും ഫിസിക്കലി അവർക്ക് കാണുമെന്നുള്ളത്. അങ്ങനെ ആകണമെന്നില്ല. അതായത് ഇതിന്റെ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 1/3 ഓഫ് ദ വിക്ടിംസ് ഹാവ് ഒബ്സർവബിൾ ബോഡി ഹാംസ്. അതായത് ഇത്രയും വിക്ടിംസിന് ഏകദേശം എന്താണ് 1/3 വിക്ടിംസിന് മാത്രമേ എന്താണ് നമുക്ക് കാണാൻ തക്കതായിട്ടുള്ള മുറിവുകളോ ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടാകത്തുള്ളൂ. ആൻഡ് മറ്റൊരു കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മസ്റ്റ് ബി ഫിസിക്കൽ. അതായത് റേപ്പിനെതിരെ നമ്മൾ പോരാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലായിട്ട് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത്. പക്ഷെ റിയാലിറ്റിയിൽ എന്താണ്, റേപ്പ് അല്ലെങ്കിൽ ഈ അസോൾട്ട് എപ്പോഴും എന്താണ് ഭീഷണിയുടെ പുറത്താകാം അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിന്റെ പുറത്താകാം. ആൻഡ് ഇറ്റ് ഓഫൻ ഒക്കേഴ്സ് വൈൽ വിക്ടിം ഇസ് അൺകോൺഷ്യസ് ഓർ അണ്ടർ ദി ഇൻഫ്ലുവൻസ്. ഇപ്പൊ ഡേറ്റ് റേപ്പ് ഡ്രഗ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ കുടിക്കുന്ന സാധനങ്ങളിലേക്ക് പലതും കലക്കി അബോധാവസ്ഥയിലാക്കിക്കൊണ്ട് റേപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താണ് സ്ത്രീകൾ അറിയണം എന്നില്ല, അല്ലെങ്കിൽ ആരാണോ റേപ്പ് വിക്ടിം ആകുന്നത് അവർ അറിയണം എന്നില്ല. സോ എപ്പോഴും എന്താണ് നമുക്ക് ഫിസിക്കലി റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നും വരത്തില്ല. സോ ഇങ്ങനെ കുറെ മുൻധാരണകളുണ്ട്. സോ ലീഗൽ ഡെഫിനിഷൻ നോക്കണം. അതായത് ഇന്ത്യൻ പീനൽ കോഡ് എങ്ങനെയാണ് റേപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ദി IPC, എ മെയിൽ ഇസ് സെഡ് ടു ഹാവ് കമ്മിറ്റഡ് റേപ്പ് ഇഫ് സെക്ഷൽ ആക്ടിവിറ്റി ഒക്കേഴ്സ് അണ്ടർ എനി ഓഫ് ദീസ് 6 സർക്കംസ്റ്റാൻസസ്. സോ IPC എപ്പോഴാണ് ഒരു പുരുഷൻ ഒരു മറ്റൊരു വ്യക്തിന്, അത് സ്ത്രീയാകാം അല്ലെങ്കിൽ മറ്റൊരു പുരുഷനാകാം, സോ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് 6 സാഹചര്യങ്ങളിലാണ്. അതായത് 1 is against her will. അതായത് ഒരു സ്ത്രീ നോ പറഞ്ഞു, പക്ഷെ എന്നിട്ടും അവരെ ഫോഴ്സ്ഫുള്ളി അവരെ സെക്ഷൽ ആക്ടിവിറ്റിക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് അഗേൻസ്റ്റ് ഹർ വിൽ. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സർക്കംസ്റ്റാൻസ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതൗട്ട് എ കൺസെന്റ്, അവരുടെ സമ്മതമില്ലാണ്ട്. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് കൺസെന്റ് അണ്ടർ ഡ്യൂറസ്. അതായത് നമ്മുടെ വിക്ടത്തിന് അല്ലെങ്കിൽ എതിരെയുള്ള ആളെ പേടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെയോ അവർ സ്നേഹിക്കുന്ന ഒരാളുടെയോ സേഫ്റ്റീനെ നമ്മൾ ത്രെട്ടൻ ചെയ്തുകൊണ്ട് അവരെ ഇതിന് വിധേയമാക്കിയാലും അതും ഒരു സാഹചര്യമാണ്. നാലാമത്തെ സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് കൺസെന്റ് ബൈ ഡിസെപ്ഷൻ. അതായത് അവരെ പറ്റിച്ചുകൊണ്ട്, ഇപ്പൊ പലരും എന്താണ് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് സെക്ഷൽ ആക്ടിവിറ്റി വിധേയമാക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ് കൺസെന്റ് ബൈ ഡിസെപ്ഷൻ. മറ്റൊരു സാഹചര്യം, അതായത് അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഇൻകപ്പാസിറ്റി ടു കൺസെന്റ്. അതായത് വിക്ടത്തിന് അവിടെ എന്താണ് സ്വബോധമില്ല, അല്ലെങ്കിൽ അവര് അൺകോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് ആയി അവർക്ക് എന്തെങ്കിലും കൊടുത്ത് മയക്കിയ ഒരു അവസ്ഥയാണെങ്കിലും എന്താണ് അവർക്ക് സ്വയം നോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ഇൻകപ്പാസിറ്റി ടു കൺസെന്റ്, ആ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന സെക്ഷൽ ആക്ടിവിറ്റി. മറ്റൊരു ആറാമത്തെ സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അണ്ടർ ഏജ്. അതായത് ഒരു സെക്ഷൽ ആക്ടിവിറ്റിക്ക് നമ്മൾ ലീഗൽ ഏജ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 18 ആകുന്നതിന് മുമ്പ് നടക്കുന്നതെല്ലാം എന്താണ് അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ളതാണ്. അവർ കൺസെന്റ് ചെയ്യാൻ വകുപ്പുള്ള വ്യക്തികളല്ല, ഒരു അഡൽട്ട് അല്ല. സോ അവിടെ എന്താണ് വിക്ടിം മൈനർ ആണ്. ഈ ഒരു സാഹചര്യവും റേപ്പായിട്ട് കാണപ്പെടും. സോ ഈ 6 സാഹചര്യങ്ങൾ, അതായത് എഗൻസ്റ്റ് ഹർ വിൽ, വിതൗട്ട് ഹർ കൺസെന്റ്, കൺസെന്റ് അണ്ടർ ഡ്യൂറസ്, കൺസെന്റ് ബൈ ഡിസെപ്ഷൻ, ഇൻകപ്പാസിറ്റി ടു കൺസെന്റ് ആൻഡ് അണ്ടർ ഏജ്, ഈ 6 സാഹചര്യങ്ങളിലാണ് IPC എന്തായിട്ട് ഒരു സെക്ഷൽ ആക്ടിവിറ്റീനെ റേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ 2013 ഒരു അമെൻമെന്റ് വന്നു, അതായത് ദ ക്രിമിനൽ ലോ ആക്ട് 2013. സോ ഇത് ഒരു ലാൻഡ്മാർക്ക് ചേഞ്ച് ആയിരുന്നു. അതായത് ഇറ്റ് റീഡിഫൈൻ ദ ലീഗൽ ഡെഫിനിഷൻ ഓഫ് സെക്ഷുവൽ അസോൾട്ട് ആൻഡ് റേസ് ദ ലീഗൽ ഏജ് ഓഫ് എ മൈനർ ഫ്രം 16 to 18 years old
any sexual activity with a person under 18 regardless of consent is legally defined as rape. സോ ഈ ഒരു അമെൻമെന്റ് വഴിയാണ് കുട്ടികളുടെ എന്ത് ചെയ്തു, ലീഗൽ ഏജ് എന്നുള്ളത് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനുള്ള ലീഗൽ ഏജ് 16 നിന്ന് 18 മാറ്റുകയും അതിനുശേഷം എന്താണ്, ഇറസ്പെക്റ്റീവ് ഓഫ് കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും എന്താണ്, ഈ കുട്ടി ഒരു മൈനർ ആണ്. സോ അവിടെ എന്തൊരു സെക്ഷൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലേബിൾഡ് ആസ് എ റേപ്പ്. So different types of rape ഉണ്ട്. So rape is categorized based on the relationship between parties, the number of perpetrators and the specific circumstances of the act. So വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അടിസ്ഥാനമാക്കിയിട്ടും എത്ര പെർപെട്രേറ്റേഴ്സ് ഉണ്ടായിരുന്നു, എത്ര പേരാണ് ഈ ഒരു ആക്ടിൽ പങ്കിട്ടതെന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയും ഏതൊരു സാഹചര്യമാണ് ഇതിന് വഴിയൊരുക്കിയെന്ന് അടിസ്ഥാനമാക്കിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. സോ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് റേപ്പ് ആണ്, അതായത് അക്വൈന്റൻസ് റേപ്പ്. സോ ഇത് എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ പീപ്പിൾ ഹു നോ ഈച്ച് അതർ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആളുകൾ തമ്മിലാണ്. ആൻഡ് ഇറ്റ് ഓഫൻ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഡേറ്റ് റേപ്പ് ഡ്രഗ്സ് to render the victim unconscious. So it can happen even if the individuals are dating or have had consensual sex in the past. So ഇത് ഈ പറയുന്ന പോലെ സ്ട്രേഞ്ചേഴ്സ് തമ്മിലാകണമെന്നില്ല, എപ്പോഴും പരിചയമുള്ള ആളുകൾ തമ്മിലായിരിക്കാം, ആൻഡ് അവരൊരു ആക്റ്റീവ് റിലേഷൻഷിപ്പിൽ ഉള്ളവരായിരിക്കാം, അവർ പ്രീവിയസ്ലി ദേ മൈറ്റ് ഹാവ് ഹാഡ് സെക്ഷുവൽ ആക്ടിവിറ്റി, ഒരു കൺസെൻഷ്വൽ സെക്സ് ഇവരുടെ ഇടയിൽ നടന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരാളുടെ സമ്മതമില്ലാതെ, അല്ലെങ്കിൽ ഇതിൽ ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ, അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന ഡേറ്റ് റേപ്പ് ഡ്രഗ്സിന് നൽകിക്കൊണ്ട് അവരെന്താണ്, അവർ അബോധാവസ്ഥയിലാക്കിയിട്ട് അവരുടെ മേൽ ഫിസിക്കലി സെക്ഷുവൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് ഡേറ്റ് റേപ്പ് ആയിട്ട് പറയുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് മാരിറ്റൽ റേപ്പ്, അതായത് വിവാഹം ചെയ്തിട്ടുള്ള രണ്ടുപേരുടെ ഇടയിൽ, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ നടക്കുന്ന സെക്ഷുവൽ അസോൾട്ടിനെയാണ് നമ്മൾ മാരിറ്റൽ റേപ്പ് ആയിട്ട് പറയുന്നത്. സോ സെക്ഷുവൽ അസോൾട്ട് വിത്തിൻ എ മാരേജ് ഓർ എ റിലേഷൻഷിപ്പ് വിത്തൗട്ട് കൺസെന്റ്, അതിനെയാണ് മാരിറ്റൽ റേപ്പ് ആയിട്ട് പറയുന്നത്. സോ ഇതിനെ ഇന്റിമേറ്റ് പാർട്ട്ണർ സെക്ഷുവൽ അസോൾട്ട് എന്നും പറയും, IPSA, ഇന്റിമേറ്റ് പാർട്ട്ണർ സെക്ഷുവൽ അസോൾട്ട് ആയിട്ടും മാരിറ്റൽ റേപ്പിന് ടേം ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ഫോം ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് സെക്ഷുവൽ അബ്യൂസ്. സോ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് എന്താണ്, വെറും സെക്ഷുവൽ അബ്യൂസ് മാത്രമല്ല, അത് ഡൊമസ്റ്റിക് വയലൻസിന്റെയും കൂടെ പാർട്ടാകുന്നു. ഇനി ഗാങ് റേപ്പ് ആണ് മറ്റൊരു ടൈപ്പ്. ഗാങ് റേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഒഫൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, മൾട്ടിപ്പിൾ ആളുകളാണ്. ഒരേ വിക്ടിം ആയിരിക്കും, സെയിം വിക്ടത്തിനെതിരെ എന്താണ് മൾട്ടിപ്പിൾ പെർപെട്രേറ്റേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഒഫൻഡേഴ്സ് ഉണ്ടാകുക. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിർഭയ കേസ് ഡൽഹിയിലുണ്ടായ, അവിടെ എന്തായിരുന്നു, ഒരു സ്ത്രീയും ഒത്തിരി ഒഫൻഡേഴ്സും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ഒഫൻഡേഴ്സ് ആയിരുന്നു. സോ ടിപ്പിക്കലി ഇൻവോൾവ്സ് ഹയർ സബ്സ്റ്റൻസ് യൂസ് and more severe physical outcomes and less victim resistance compared to solo rape. So ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, പലപ്പോഴും ഈ ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഐദർ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സിന് വിധേയമായിട്ടുള്ളവരായിരിക്കാം. സോ സബ്സ്റ്റൻസ് അബ്യൂസ് ഒരു കാരണമായിരിക്കാം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ആ വിക്ടിം അനുഭവിക്കേണ്ടി വരുന്ന സിവിയാരിറ്റി അല്ലെങ്കിൽ ആ അബ്യൂസിന്റെ സിവിയാരിറ്റി എന്ന് പറയുന്നത് വിൽ ബി മോർ. ആൻഡ് മൾട്ടിപ്പിൾ പെർപെട്രേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, വിക്ടിത്തിന് റെസിസ്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പും കുറഞ്ഞു പോകും, കാരണം ഒരാളല്ല മൾട്ടിപ്പിൾ ആളുകളാണ്. സോ സോളോ റേപ്പ് പോലെ അല്ല, റെസിസ്റ്റൻസ് വിൽ ബി ലെസ്. ഇനി മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഇൻസെസ്റ്റ്. സോ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ഉൾപ്പെടുന്നു, ചൈൽഡ് ഓൺ ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ ഇൻസെസ്റ്റ്, അതായത് സ്വന്തം ഫാമിലിയിൽ തന്നെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു കുട്ടി തന്നെ മറ്റൊരു കുട്ടീനെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതാകും. അല്ലെങ്കിൽ ഇൻസെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുമായിട്ട് രക്തബന്ധം ഷെയർ ചെയ്യുന്ന അമ്മ, അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന സെക്ഷൽ റിലേഷൻഷിപ്പ്, അതും എന്താണ് ഒരു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഇൻസെസ്റ്റിന്റെ ഭാഗമാകുന്നു. സോ ഈ തരത്തിൽ അബ്യൂസിന് വിധേയമാകുന്ന ആളുകൾ പലപ്പോഴും ലോങ് ടേം സൈക്കോളജിക്കൽ ട്രോമ അനുഭവിക്കുന്നവരായിരിക്കും. സോ സോഷ്യോ കൾച്ചറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് ഈ സെക്ഷൽ വയലൻസിന്റെ? ആദ്യം തന്നെ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആണ്, അതായത് സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ജെൻഡർ അടിസ്ഥാനമാക്കിയിട്ട് കുറെ മിത്സ് ഉണ്ട് അല്ലേ, അതേപോലെ തന്നെയാണ്
പെർപെട്രേറ്ററും വിക്ടിമും വരുമ്പോഴത്തേക്ക്, അതായത് റേപ്പ് കേസിൽ നമ്മൾ പലപ്പോഴും കാണും വിക്ടിം ബ്ലെയിമിങ്. അതായത് ആ ഒരു സ്ത്രീ റേപ്പിന് വിധേയമായെങ്കിൽ ഒബ്വിയസ്ലി അത് അവരുടെ വസ്ത്രധാരണ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവര് ചോദിച്ചു മേടിച്ചതാണെന്ന് ഉള്ളൊരു ഈ സ്റ്റീരിയോടിപ്പിക്കൽ പറച്ചിൽ. സോ അതെന്താണ്? വിക്ടിം ബ്ലെയിമിംഗ് ആണ്. അതായത് മിസ്കൺസെപ്ഷൻസ് ദാറ്റ് എ വിമൻസ് ക്ലോത്തിങ് ഓർ വർക്ക് അവേഴ്സ് ഓർ സോഷ്യൽ ഹാബിറ്റ്സ് ജസ്റ്റിഫൈ ഓർ കോസ് ദി അസോൾട്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു സ്ത്രീ ധരിച്ചിരുന്ന വസ്ത്രമോ, അല്ലെങ്കിൽ അവര് പുറത്തായിരുന്ന സമയം, അല്ലെങ്കിൽ അവര് ഏർപ്പെടുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ജസ്റ്റിഫൈ ചെയ്യുന്നു. അല്ലെങ്കിൽ അവര് റേപ്പിന് അവര് റേപ്പ് ചോദിച്ചു മേടിച്ചാണെന്ന് ജസ്റ്റിഫിക്കേഷൻ നടത്തുക. അല്ലെങ്കിൽ ആരെയും മ്യൂട്ട് ചെയ്യണേ. അല്ലെങ്കിൽ എന്താണ്? ആ റേപ്പിന് കാരണം അവർ തന്നെയാണെന്ന് പറയുന്നതാണ് വിക്ടിം ബ്ലെയിമിങ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി സാങ്ക്ടിറ്റി ഓഫ് വെർജിനിറ്റി. സോ ഈവൻ ഇന്ത്യൻ കൾച്ചറിൽ പോലും എന്താണ്, ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ വെർജിനിറ്റി, അതായത് അവരുടെ ഒരു കന്യകയാണെന്നുള്ള ആ ഒരു ഐഡിയോളജി, അതിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളതാണ്. അതായത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ആ ഒരു സ്ത്രീക്ക് ഒരു വിലയുമില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. സോ ദിസ് ക്രിയേറ്റ്സ് എ കൾച്ചർ ഓഫ് സൈലൻസ്. സോ പലപ്പോഴും എന്ത് ചെയ്യുന്നു? ഈ വെർജിനിറ്റി നഷ്ടപ്പെട്ടു, അതായത് വിവാഹത്തിന് മുമ്പോ അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്തോ ഇത് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയും അവരുടെ അടുത്ത ബന്ധുക്കളും അനുഭവിക്കേണ്ടി വരുന്ന സോഷ്യൽ സ്റ്റിഗ്മ കാരണം പല സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു? പലരും അവർക്കുണ്ടായിട്ടുള്ള സെക്ഷൽ വയലൻസ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്തിനാണ്? അവരുടെ ഫാമിലിയുടെ ഓണറിനെ സംരക്ഷിക്കാനായിട്ട്. സോ ഇതാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി പാട്രിയാർക്കിക്കൽ നോഷൻസ് നോക്കിക്കഴിഞ്ഞാലോ, മാസ്കുലിനിറ്റി ആൻഡ് ഡോമിനൻസ് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ദി സോഷ്യൽ എലിവേഷൻ ഓഫ് ദി മെയിൽ ജെൻഡർ ക്യാൻ ലീഡ് ടു ദി ബിലീഫ് ദാറ്റ് വിമൻ ആർ ഇൻഫീരിയർ. സോ പലപ്പോഴും ഇങ്ങനത്തെ ഒരു സെക്ഷൽ വയലൻസ് നടക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഐഡിയോളജി എന്താണ്? പല കേസസിലും പെർപെട്രേറ്റേഴ്സ് ആരാണ്? പുരുഷന്മാരാണ്. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ മാസ്കുലിനിറ്റി, റോങ്ഫുൾ ആയിട്ടുള്ള പാട്രിയാർക്കിയിൽ ഊന്നു നിൽക്കുന്ന ഐഡിയയിലുള്ള മാസ്കുലിനിറ്റി കാരണം എന്താണ് ഒരു കോമൺ സെൻസിക്കലി ഇവർ ധരിച്ചു വെച്ചേക്കുന്നത്? പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ ആയിട്ടുള്ള ജെൻഡർ ആണെന്നും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫീരിയർ ജെൻഡർ ആണെന്നുള്ളൊരു തോന്നൽ. സോ ആ ഒരു തോന്നലുള്ള വ്യക്തികളാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? റേപ്പ് പലപ്പോഴും എന്തായിട്ട് മാറുന്നു? അത് ഒരു ആക്ട് ഓഫ് പാഷൻ അല്ല, പകരം എന്താണ്? മറ്റൊരു വ്യക്തിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പവർ ടൂൾ ആയിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അവരെ നാണം കെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആക്കി മാറ്റുകയാണ്. സോ ഇത് പലപ്പോഴും ഒരു ടോക്സിക് ബോണ്ടിങ്ങിന്റെയും ഭാഗമാകുന്നു. അതായത് മെൻ ആൻഡ് ബോയ്സ് ആർ സംടൈംസ് എൻകറേജ് ടു ബോണ്ട് ഓവർ സെക്ഷൽ കോൺക്വസ്റ്റ് ഓർ അഗ്രസീവ് ബിഹേവിയർ റീഇൻഫോഴ്സിങ് എ സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ്. സോ പല സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ പല ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും, അതായത് പുരുഷന്മാരുടെ ഈ ഒരു കൂട്ടായ്മയിൽ അവർ എന്ത് ചെയ്യുന്നു? ഈ സെക്ഷൽ കോൺക്വസ്റ്റ്, അതായത് ഒരു സ്ത്രീനെ ഇതേപോലെ വയലൻസിന് വിധേയമാക്കി കീഴ്പ്പെടുത്തുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടു വരുന്നു. മറ്റൊരു തലം നോക്കിക്കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് സെക്ഷൽ എഡ്യൂക്കേഷൻ. കൃത്യമായിട്ടോ വ്യക്തമായിട്ടോ ഒരു സെക്സ് എന്താണെന്നോ അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അവിടെ ഒരു പവർ ഇംബാലൻസ് നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് എഡ്യൂക്കേഷൻ പീപ്പിൾ ഫെയിൽ ടു റെക്കഗ്നൈസ് പാറ്റേൺസ് ഓഫ് പവർ. സോ നമ്മൾക്കിപ്പോ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറയുന്നത് ജെൻഡർ വ്യത്യാസങ്ങൾ എന്താണെന്നും ചില പെരുമാറ്റങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെ സൊസൈറ്റി എന്തുകൊണ്ട് ചില രീതിക്ക് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ എല്ലാ ആളുകൾക്കും ആ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണമെന്നില്ല. സോ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ദേ ഫെയിൽ ടു റെക്കഗ്നൈസ് പാറ്റേൺസ് ഓഫ് പവർ. അതായത് റേസിനെ അടിസ്ഥാനമാക്കിയിട്ടും ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ടും സൊസൈറ്റിയിൽ കണ്ടുവരുന്ന പവർ ഇംബാലൻസ് അവർ മനസ്സിലാകാതെ പോകുന്നു. ആൻഡ് കൺസെന്റ് എന്നുള്ള ധാരണ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ കൺസെന്റ് എന്താണെന്ന് തെറ്റിദ്ധരിക്കുക. So there is this widespread lack of clarity regarding what constitutes legal and enthusiastic consent. So എപ്പോഴാണ് ഒരു യെസ് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു നോ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു നോയിനെ യെസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് കൺസെന്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ ഒരു ക്രിട്ടിക്കൽ ഇന്റർവെൻഷൻ ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ
സാധിക്കും. അതായത് പ്രിവെന്റ് ചെയ്യാൻ സെക്ഷൽ ക്രൈംസും സെക്സ് ക്രൈംസും പ്രിവെന്റ് ചെയ്യാനായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ ക്യാൻ ഹെൽപ്പ് ടു എ എക്സ്റ്റെന്റ്. അതായത് ഇപ്പൊ സ്കൂളിൽ ഇത് നൽകി കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് യങ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹെൽത്തി റിലേഷൻഷിപ്സ് ആ, പേഴ്സണൽ ബൗണ്ടറീസ് എന്താണ്, ബോഡി സേഫ്റ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ബോഡി സേഫ്റ്റി എന്താണ്, ആൻഡ് വിച്ച് ക്യാൻ പ്രിവെന്റ് ചൈൽഡ് അബ്യൂസ് ആൻഡ് പാർട്ട്ണർ അഗ്രഷൻ. സോ സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ നൽകി കഴിഞ്ഞാൽ എന്തിനു വഴിയൊരുക്കും എന്നാണ് പറയുന്നത്? ഒരു ഹെൽത്തിയ അണ്ടർസ്റ്റാൻഡിങ്, സ്വന്തം ബോഡീനെ കുറിച്ചും ഒരു കൺസെന്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ എന്താണെന്നുള്ളത് ദേ വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ എന്നുള്ളതാണ് പറയുന്നത്. സോ ലാക്ക് ഓഫ് സെക്ഷൽ എഡ്യൂക്കേഷൻ കാരണം ഉണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണകളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി വാട്ട് ആർ ദി ഇനിഷ്യേറ്റീവ്സ് ടു പ്രിവെന്റ് സെക്ഷൽ വയലൻസ്? സോ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആണ് ഉള്ളത് നമ്മളുടെ ഇടയിൽ സെക്ഷൽ വയലൻസിന് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട്? സോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് സോഷ്യൽ സപ്പോർട്ട്. സോ സ്ട്രെങ്തനിങ് സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ആദ്യം തന്നെ ഇനിഷ്യേറ്റീവ്സ് ടു പ്രൊട്ടക്ട് അല്ലെങ്കിൽ ടു പ്രിവെന്റ് സെക്ഷൽ വയലൻസ്. സോ ആദ്യം അതിൽ നമ്മൾ പറയുന്നത് എന്താണ്? സ്ട്രെങ്തനിങ് സോഷ്യൽ സപ്പോർട്ട്. എങ്ങനെയാണ് സോഷ്യൽ സപ്പോർട്ട് വർദ്ധിപ്പിക്കുന്നത് വഴി നമുക്ക് ഇതിനെതിരെ പൊരുതാൻ കഴിയാന്നുള്ളതാണ്. സോ അവിടെ ഒരു ഹോളിസ്റ്റിക് കെയറിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതായത് വിക്ടം, ഒരു സെക്ഷൽ ക്രൈം അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് വിധേയമാകുന്ന വിക്ടത്തിന് എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റിയുടെ തലത്തിൽ, അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കുറ്റപ്പെടുത്തലിന് പകരം എന്താണ് നമ്മൾ നൽകേണ്ടത്? സപ്പോർട്ട് ചെയ്യണം. ആൻഡ് സൈക്കോളജിക്കലി അവർക്ക് ഉണ്ടായിട്ടുള്ള, അവർക്ക് ഫിസിക്കലി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ അബ്യൂസ് ഫിസിക്കലി ആണ് നടന്നെങ്കിലും അതിന്റെ റിപ്പർക്കഷൻസ് ശാരീരികമായിട്ട് മാത്രം തീരുന്നില്ല, അതിന് മെന്റൽ ആയിട്ടുള്ള തലങ്ങളുമുണ്ട്. സോ ആ ഇഞ്ചുറീസും ഫിസിക്കൽ ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ്, സൈക്കോളജിക്കലി ഉണ്ടായിട്ടുള്ള ട്രോമ ഡീൽ ചെയ്യാനായിട്ട് കൗൺസിലിങ്സും സപ്പോർട്ടും നൽകേണ്ടതാണ്. സോ ഒരു ഹോളിസ്റ്റിക് കെയർ ആണ് വേണ്ടത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് സ്റ്റിഗ്മറ്റൈസേഷൻ. അതായത് ഈ പറയുന്ന പോലെ വെർജിനിറ്റി, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവരുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ പിന്നെ എന്താണ്, ഒരു പാഴാണെന്നുള്ളൊരു ചിന്തയിൽ മാറ്റിക്കൊണ്ട് അങ്ങനത്തെ പാട്രിയാർക്കിക്കൽ ചിന്തയെ മാറ്റിയെടുക്കേണ്ടതാണ്. സോ ആ ഒരു സ്റ്റിഗ്മ, സോ ഈ ഒരു ചിന്തയിൽ നിന്നാണ് എന്താണ്, ഇതൊരു ഡിസ്ഗ്രേസ് ആണ്, ഓക്കെ, അവരൊരു മാനക്കേടിന് വിധേയമായി എന്ന് സൊസൈറ്റി അവരെ മാർക്ക് ഓഫ് ഡിസ്ഗ്രേസ് ആയിട്ട് കാണുന്നത് മാറണം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ബ്രേക്കിംഗ് ദി കൾച്ചർ ഓഫ് സൈലൻസ്. അതായത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മാനം കാക്കാനായിട്ട് ഈ പറയുന്ന വിക്ടത്തിനെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് മാറേണ്ടതാണ്.
രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ there should be proper law and punishments. സോ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ലീഗൽ സിസ്റ്റം വേണം. പലപ്പോഴും ഈ റേപ്പ് കേസുകൾ ഉണ്ടാകുമ്പോഴത്തെ എന്താണ്, ചിലത് മാത്രം ഈ പറയുന്നത്, ഇപ്പൊ നിർഭയ കേസ് ഉണ്ടായി, നിർഭയ കേസ് പോലെ തന്നെ മറ്റു കേസുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു, പെർപെട്രേറ്റേഴ്സ് പല സാഹചര്യങ്ങളിലും ശിക്ഷിക്കപ്പെടാതെ പോകുന്നുണ്ട്. സോ അവിടെ ആ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അതായത് ഒഫൻഡേഴ്സ് മസ്റ്റ് ഫേസ് സ്വിഫ്റ്റ് ആൻഡ് സർട്ടൻ പണിഷ്മെന്റ്. അതായത് ഒരു തെറ്റ്, ഈ തരത്തിലുള്ള ഒരു സെക്ഷൽ വയലൻസ് ചെയ്തിട്ടുള്ള ഒരു പെർപെട്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, അവരെ തീർച്ചയായിട്ടും ഒരു പണിഷ്മെന്റ്, അത് എന്താണ്, ഡിലേ വരാണ്ട് പെട്ടെന്ന് സ്വിഫ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന നടപടികളിലേക്ക് പോകാൻ തക്കതായിട്ടുള്ള നിയമ നടപടികൾ നമുക്ക് വേണം. സോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ ഓൺ ആവറേജ് 88 റേപ്പ് കേസസ് ആർ റിപ്പോർട്ടഡ് ഡെയിലി ഇൻ ഇന്ത്യ. സോ ഒരു ദിവസം തന്നെ എത്രയാണ്, 88 റേപ്പ് കേസുകളാണ് ഒരു ദിവസം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇൻ 94.2 ഓഫ് ദീസ് കേസസ് ഒഫൻഡേഴ്സ് ആർ നോൺ ടു ദി വിക്ടിം. സോ ഈ ഒരു 88 കേസസ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആൻഡ് ഈ 88 കേസുകൾ എടുത്തു കഴിഞ്ഞാലും എന്താണ്, 94% വിക്ടിംസിന് അറിയാമായിരിക്കും അവരുടെ പെർപെട്രേറ്റേഴ്സിന്. ആൻഡ് ലീഗൽ റിഫോം ആണ് നമുക്ക് ആവശ്യം. സോ ദീസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നു, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വഴി നമുക്ക് മനസ്സിലാകുകയാണ്, അതായത് ഉള്ള നിയമ നടപടികൾ പോരാ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് സഫീഷ്യന്റ് ടു ഹാൻഡിൽ ദീസ് ടൈപ്സ് ഓഫ് കേസസ്. സോ എന്ത് ചെയ്യണം, വി നീഡ് ടു ഹാവ് സ്ട്രിക്റ്റർ ലോസ് ആൻഡ് സ്ട്രിക്റ്റർ പണിഷ്മെന്റ്സ്. ആൻഡ് ഈക്വൽ അപ്ബ്രിങ്ങിങ് ആണ് മറ്റൊരു പ്രിവെന്റീവ് മെഷർ. അതായത് നമ്മളിപ്പോ എംപവർമെന്റ് കൊടുക്കുന്നു അല്ലെ, എംപവർമെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും അവിടെ എംപവർ ചെയ്യുന്ന ആരെയാണ്, സ്ത്രീകളെയാണ്. പക്ഷെ പുരുഷന്മാരുടെ ചിന്താഗതിക്ക് അപ്പോഴെന്ത് സംഭവിക്കുന്നു, മാറ്റം വരുന്നില്ല. സോ അവിടെയാണ് ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകേണ്ടത്. അതായത് പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് അറ്റ് ഹോം ബൈ ഡിസ്മാൻഡ്ലിംഗ് ദിസ് ജെൻഡർ ഹയറാർക്കി. സോ ഈ പറയുന്ന ജെൻഡർ ഹയറാർക്കി, അതായത് സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിധേയമാക്കേണ്ട സബ്മിസീവ് ആയിട്ടുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള ജെൻഡർ ആണെന്നുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അവരങ്ങനെ വിധേയമാകുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് എന്താണ്, ആ ജെൻഡർ ഹയറാർക്കി വീട്ടിൽ നിന്ന് തന്നെ പൊളിച്ചെഴുതി എടുക്കണം. സോ ഇൻഡിവിജ്വാലിറ്റി ഓവർ ജെൻഡർ. സോ ചിൽഡ്രൻ ഷുഡ് ബി റേസ്ഡ് ടു സീ ദംസെൽസ് ആൻഡ് അതേഴ്സ് ആസ് ഇൻഡിവിജ്വൽസ്. സോ നമ്മൾ ഒരു വ്യക്തിനെ, നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്യണം, അവരെ ജെൻഡർ ബോധ്യം നൽകുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ജെൻഡറിൽ ഊന്നു നിൽക്കുന്ന ഈ ചിന്താഗതിക്ക് അപ്പുറം എന്ത് ചെയ്യണം, ഒരു വ്യക്തിയാണെന്നുള്ളത്, അതായത് ജെൻഡറിന് അപ്പുറം ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധ്യം നൽകേണ്ടതാണ്. ആൻഡ് അവിടെ എക്സ്ക്യൂസസിന് എന്താണ്, ഒരു സ്പേസ് നൽകാൻ പാടില്ല. അതായത് അഗ്രസീവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള ബിഹേവിയറിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് എന്താണ്, ഓക്കെ അവരുടെ ജെൻഡർ, ഒരു പുരുഷനാണ്, അതപ്പോ സ്വാഭാവികമായിട്ട് അവരുടെ മാസ്കുലിനിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് ദേഷ്യപ്പെട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒന്ന് അടിച്ചെന്ന് ഇരിക്കും, ഒന്ന് കൈവച്ചെന്ന് ഇരിക്കും. ഇങ്ങനെ ന്യായീകരിക്കുന്നു, ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ട് ന്യായീകരിക്കുന്ന എന്ത് ചെയ്യണം, അതിൽ നിന്ന് നമ്മൾ മാറണം. ആൻഡ് റെഡ്യൂസിങ് ഇൻഫീരിയോറിറ്റി ആണ് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതായത് എന്ത് ചെയ്യണം, ജന്മന ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ, ഒരു പെൺകുഞ്ഞാണെങ്കിലും ഒരു ആൺകുഞ്ഞാണെങ്കിലും അവരെന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് കാണണം. സോ സൊസൈറ്റി ക്യാൻ റെഡ്യൂസ് ദി ഇൻഹെറന്റ് സെൻസ് ഓഫ് ജെൻഡർ ബേസ്ഡ് ഇൻഫീരിയോറിറ്റി ദാറ്റ് ഓഫൺ ലീഡ്സ് ടു സബ്ജുഗേഷൻ ആൻഡ് വയലൻസ് ലേറ്റർ ഇൻ ലൈഫ്. സോ ആ ഒരു ജനനം വഴി തന്നെ കുട്ടികളെ നമ്മൾ ഒരേപോലെ കാണാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തിനു സാധിക്കും, വളരുമ്പോഴത്തേക്കും അവരുടെ ഇടയിലുള്ള ഒരു പവർ ഡൈനാമിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താവും, ഞാൻ മറ്റൊരാളെ കാട്ടി വലുതാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റാളെ കാട്ടിയും ചെറുതാണെന്നുള്ള ആ ഒരു സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി എന്നുള്ള ആ ഒരു ചിന്ത അവിടെ ഉണ്ടാകില്ല. പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ്, സൊസൈറ്റിയിൽ ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ഉള്ള വീടാണെങ്കിൽ പ്രിഫറൻസ് കൂടുതലും ആൺകുട്ടിക്കായിരിക്കും. സോ ആ തരത്തിലുള്ള ആ ഒരു ബയസ് അല്ലെങ്കിൽ പ്രജസ്ഡ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈക്വൽ അപ്ബ്രിങ്ങിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 3 തലത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. സോഷ്യൽ സപ്പോർട്ട് കൊണ്ടും ലീഗൽ ആക്ഷൻ കൊണ്ടും
ഈക്വൽ അപ്ബ്രിങ്ങിങ് ഉണ്ട്. ഈക്വൽ അപ്ബ്രിങ്ങിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ വഴി കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ, ഫാമിലിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ, അത് രണ്ടും എന്താണ് സോഷ്യലൈസേഷന്റെ ഭാഗം വഴി നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ലീഗൽ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റിസ് സിസ്റ്റം എന്തോരം മെച്ചപ്പെടേണ്ടതുണ്ട്. ആൻഡ് സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റി തലങ്ങളിൽ നിന്ന്, ഫാമിലിയിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും സൈക്കോളജിക്കലിയും എങ്ങനെയാണ് നമ്മൾ ഇതിനെ തരണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനെതിരെ പോരാടേണ്ടെന്നുള്ളതാണ്. ഇനി കമ്മിങ് ടു ജെൻഡർ ആൻഡ് മീഡിയ. സോ മീഡിയ പറഞ്ഞ പോലെ എന്താണ് സോഷ്യലൈസേഷന്റെ ഒരു വെഹിക്കിൾ ആയിട്ട് മാറാറുണ്ട്. അതായത് ജെൻഡർ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ മീഡിയക്ക് ഒരു വലിയ പങ്കുണ്ട്. So gender representation. So the way media portrays gender often fluctuates between two extremes for women. So നമ്മള് സിനിമകളും കാണുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ഡിബേറ്റ്സ് എല്ലാത്തിലും എന്താണ് സ്ത്രീയും പുരുഷന്റെ ഓരോ വ്യാഖ്യാനങ്ങളാണ് കാണുന്നത്. സോ സ്റ്റീരിയോടിപ്പിക്കലി ഈ ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ട് സ്ത്രീയും പുരുഷനും പലപ്പോഴും കാണിക്കുന്നത് എങ്ങനെ, സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സ്ത്രീകളെ ട്രഡീഷണൽ റോൾസിൽ, ട്രഡീഷണൽ സ്റ്റീരിയോടിപ്പിക്കൽ റോൾസ് ആയിട്ട്, അതായത് ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു കെയർ ഗിവർ ആയിട്ട്, ഒരു ഹൗസ് വൈഫ് ആയിട്ടൊക്കെ കാണിക്കുന്നത് എന്താണ് ട്രഡീഷണൽ സ്റ്റീരിയോടിപ്പിക്കൽ ഐഡിയാസ് ആണ്. മറ്റൊരു തലത്തിൽ എന്ത് ചെയ്യുന്നു, പ്യോർലി സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷൻ നടക്കുകയാണ്. ഇപ്പോൾ പല ആക്ട്രസുകളുടെയും ഐറ്റം സോങ്സ് നമ്മൾ പറയും അല്ലെ, ആ ഐറ്റം എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു സ്ത്രീനെ ഒരു വസ്തുവായിട്ട് കാണുന്നതാണ് അവിടെ കാണുന്നത്. അതും സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. സോ ഈ രണ്ട് തലങ്ങളിലുമാണ് എക്സ്ട്രീം ആയിട്ട് സ്ത്രീകളെ പോർട്രേ ചെയ്യുന്നത്. സോ ഈ രണ്ട് എന്താണ് നോർമൽ സൊസൈറ്റിയിലുള്ള ആളുകളാണ് കാണുന്നത് അല്ലെ. സോ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ഇമ്പാക്ടിങ് റിയാലിറ്റി. സോ ഫ്രീക്വന്റ് മീഡിയ പൊർട്രേയൽസ് ഓഫ് സ്പെസിഫിക് gender roles eventually solidify those roles in real life social practices. So നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് മീഡിയയിൽ കൂടെ ഈ പറയുന്ന രീതിക്ക്, അതായത് സ്ത്രീകളെ ഒരു കമോഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് കാണിക്കുകയും മറ്റൊരു തലത്തിൽ എന്താണ് സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വിധേയമായിട്ട് ഒരു കെയർ ഗിവർ ആയിട്ട് ഒരു ഹൗസ് വൈഫ് ആയിട്ട് ജീവിക്കേണ്ട ഒരാളായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവൻച്വാലിറ്റിയിൽ എന്ത് സംഭവിക്കും, റിയൽ ലൈഫ് റോൾസ് ആയിട്ട് ഇത് മാറുന്നു. സോ ഈ മാർഗത്തിലൂടെ എന്ത് ചെയ്യുന്നു, മീഡിയ സോഷ്യലൈസേഷൻ ചെയ്യുകയാണ്. അതായത് ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ജെൻഡർ റോൾസ് എന്നുള്ളത്. സോ ദാറ്റ് ഇസ് വൈ വി സേ ജെൻഡർ ആസ് എ വെഹിക്കിൾ ഫോർ സോഷ്യലൈസേഷൻ. മറ്റൊരു തലം എന്ന് പറയുന്നത് സ്റ്റീരിയോടൈപ്പിംഗ് ഓഫ് വിമൻ. അതായത് സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷണലി എന്താണ് സ്ത്രീ എന്ന് പറയുമ്പോഴത്തെ അമ്മയാണ് അല്ലെങ്കിൽ ഒരു ഭാര്യയാണ് എന്നുള്ള ഈ കെയർ ടേക്കറും ഹോം മേക്കർ എന്നുള്ള ഈ ഐഡിയയിലേക്ക് ഒതുക്കുന്നത്. സോ പലപ്പോഴും എന്താണ് സ്ത്രീകളുടെ ഡെപിക്ഷൻ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിട്ടാണ് ഒരു സർവീസ് ഓറിയന്റഡ് കാര്യങ്ങളിലാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. ഡൊമസ്റ്റിക് സെറ്റിംഗിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മയായിട്ടും ഹോം മേക്കറായിട്ടും ഭാര്യയായിട്ടും കാണിക്കപ്പെടുന്നു. ഒരു പ്രൊഫഷണൽ റോൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു ടീച്ചറായിട്ടോ സെക്രട്ടറിയൽ വർക്ക് ചെയ്യുന്ന ആളായിട്ടോ നേഴ്സായിട്ടോ കാണിക്കുന്നു. ഇപ്പോ കുട്ടികൾക്കുള്ള പ്രിന്റഡ് മീഡിയ എടുത്താൽ പോലും ഇത് എവിഡന്റ് ആയിട്ട് കാണാം. കാരണം ഇപ്പൊ പ്രൊഫഷൻസ് കാണിക്കുന്ന ബുക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ ഡോക്ടറായിട്ട് ഒരു പുരുഷനെയും നേഴ്സായിട്ട് ഒരു സ്ത്രീനെയാണ് കാണിക്കുന്നത്. അതേസമയം ഒരു ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയും ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു സ്ത്രീയാണ്. അതേസമയം ഒരു പ്രൊഫഷണൽ റോൾസ് ഇപ്പോ ഒരു പൈലറ്റ് ആയിട്ട് കാണിക്കുന്നതും പുരുഷനെ ആയിരിക്കും, പക്ഷെ എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ സ്റ്റുവർഡസ് ആയിട്ട് കാണിക്കുന്നത് ഒരു സ്ത്രീനെ ആയിരിക്കും. സോ അവിടെ എന്താണ് ആ ജെൻഡറാണ്, മറിച്ച് തിരിച്ച് കാണിക്കുന്നില്ല. ഒരു ഡോക്ടറായിട്ട് ഒരു സ്ത്രീനെയും ഒരു നേഴ്സായിട്ടൊരു പുരുഷനെയും കാണിക്കുന്നത് കുറവാണ്. സോ ഇതാണ് സ്റ്റീരിയോടൈപ്പിംഗ്. ആൻഡ് വീക്കർ സെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾഡർ അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് ഈവൻ സം മോഡേൺ വൺസ് സജസ്റ്റ് ദാറ്റ് വിമൻസ് നാച്ചുറൽ ഡൊമെയിൻ ഇസ് ദി ഹോം. സോ സ്ത്രീകളെ എങ്ങോട്ടേക്ക് നമ്മൾ മാറ്റുകയാണ്, ഒരു വീക്കർ സെക്ഷനിലേക്ക് ഒതുക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. ആ ശ്രമം എങ്ങനെയാണ് നമ്മൾ നടത്തിയെടുക്കുന്നത്, മീഡിയ വഴിയാണ്. സോ ഈവൻ അഡ്വർടൈസ്മെന്റ്സ് എടുത്താൽ പോലും എന്ത് ചെയ്യുന്നു, സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ നർച്ചറിങ് ഫീച്ചേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, സ്ത്രീകളെ അവരുടെ വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സ്ഫിയറിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടവരാണെന്നുള്ള ഒരു വീക്കറായിട്ടുള്ള സംരക്ഷിക്കപ്പെടേണ്ട ഗ്രൂപ്പാണെന്ന് നമ്മൾ കാഴ്ചവെക്കുകയാണ്. സോ ഇവിടെ ഒരു മോഡേൺ കോൺട്രഡിക്ഷൻ കാണാം. സോ ടുഡേസ് മീഡിയ ഓഫൻ ഷോസ് എ സ്പ്ലിറ്റ് ഇമേജ്. അതായത് ദേ പ്രസന്റ് വിമൻ ആസ് കോൺഫിഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് professionals while simultaneously showing them as submissive housewives to
അപ്പീൽ ടു ദി ബ്രോഡ് മാസ് ഓഡിയൻസ്. സോ ഇന്നത്തെ കാലത്ത് ഈ ഒരു ട്രഡീഷണൽ ഡെപിക്ഷന് ഒരു മാറ്റമുണ്ട് അല്ലെ. ട്രഡീഷണലി നമ്മൾ ഈ കണ്ടുവരുന്ന പോലെ സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ഹൗസ് വൈഫ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കെയർ ടേക്കർ ആയിട്ടോ മാത്രം കാണിക്കുന്നില്ല. പകരം എന്താണ്, ഡ്യുവാലിറ്റി കാണിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തു പോയി ജോലി ചെയ്യുന്ന, കോൺഫിഡന്റ് ആയിട്ട് ഒരു ടീമിനെ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി ഹെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും, അതേസമയം അതേ സ്ത്രീ എന്താണ്, വീട്ടിൽ വന്ന് പ്രായമായവരുടെ കാര്യവും ഹസ്ബൻഡിന്റെ കാര്യം കുട്ടികളുടെ കാര്യവും എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുകയാണ്. അതെന്തിനാണ്? കാരണം ട്രഡീഷണലി സൊസൈറ്റി ഓൾറെഡി എംബൈബ് ചെയ്ത് വെച്ച സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. സോ ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നത് എന്താണ്, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, രണ്ട് തലങ്ങളും ഒരേ ലെവലിൽ അവർ കാണിക്കുന്നു. അതേസമയം സ്റ്റീരിയോടൈപ്പിംഗ് ഓഫ് മെന്നും നടക്കുകയാണ് അല്ലെ. അവിടെ എന്താണ്, പുരുഷന്മാരെന്ന് പറയുമ്പോൾ മാസ്കുലിനിറ്റി എംബോഡി ചെയ്യുന്ന ഡോമിനന്റ് ആയിട്ടുള്ള ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് പുരുഷന്മാരെ കാണിക്കുന്നത്. അതേസമയം പുരുഷന്മാരെന്ന് പറയുമ്പോഴത്തെ ആരായിരിക്കണം, ഹെഡ് ഓഫ് ദ ഫാമിലി ആയിരിക്കണം, പുറത്ത് പോയി സമ്പാദിച്ച് കുടുംബം പോറ്റുന്ന ആളായിട്ടാണ് പലപ്പോഴും സ്റ്റീരിയോടൈപ്പിക്കലി കാണിക്കുന്നത്. ആൻഡ് അവിടെ പവർ ഡൈനാമിക്സ് നോക്കിക്കഴിഞ്ഞാലോ, സ്ത്രീനെ ഒരു സബോർഡിനേറ്റ് ആയിട്ട് ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലാണ് കാണിക്കുന്നത്. ആൻഡ് പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബനാഥനായിട്ട് കാണിക്കുന്നത് വഴി എന്താണ്, അവിടെ ഡോമിനൻസ് ഉള്ള അഡ്വാൻറ്റേജ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിട്ട് കാണിക്കുകയാണ് പുരുഷനെ. സോ ഫെമിനിസ്റ്റ് അനാലിസിസ് ഓൺ ജെൻഡർ ആൻഡ് മീഡിയ എങ്ങനെയാണ്? മേജർ ഫെമിനിസ്റ്റ് നമ്മൾ ആദ്യത്തേൽ നോക്കിയായിരുന്നു, ലിബറൽ ഫെമിനിസ്റ്റുകൾ ഉണ്ട്, റാഡിക്കൽ ഫെമിനിസം ഉണ്ട്, സോഷ്യൽ ഫെമിനിസം ഉണ്ട്, ബ്ലാക്ക് ഫെമിനിസം ഉണ്ട്. സോ ഇവരുടെ എല്ലാം ബേസിക് ആയിട്ട് ധാരണകൾ എന്താണ്? ലിബറൽ ഫെമിനിസം വരുമ്പോഴത്തേക്ക് they focus on representation and opportunity. It argues that gender stereotype limit women's career choices. The solution is seen in laws and schemes that help women enter male-dominated industries. So liberal feministുകളുടെ ഫോക്കസ് എവിടെയാണ്? സ്ത്രീകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതിലും സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി, പബ്ലിക് സ്ഫിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റിയിലുമാണ് ഒതുങ്ങി നിൽക്കുന്നത്. സോ ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ലിമിറ്റ്സ് വിമൻസ് കരിയർ ചോയ്സസ്. സോ ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് നടക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നു എന്നാണ് ലിബറൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത്. സ്ത്രീകളെ ഈ പറയുന്ന പോലെ നർച്ചറിങ് അല്ലെങ്കിൽ സർവീസ് സെക്ടറിലേക്ക് മാത്രം ഒതുങ്ങുന്നു. സോ ഇതിന് പരിഹാരമായിട്ട് അവർ പറയുന്നത് എന്താണ്? ദ സൊല്യൂഷൻ ഇസ് സീൻ ഇൻ ലോസ് ആൻഡ് സ്കീംസ് ദാറ്റ് ഹെൽപ്പ് വിമൻ എൻറ്റർ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രീസ്. സോ നിയമവശത്തിൽ കൂടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യാൻ തക്കതായിട്ടുള്ള സ്കീംസിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്? മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ സ്ത്രീകൾക്കും കൂടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു എൻട്രി ലഭിക്കും എന്നാണ് ലിബറൽ ഫെമിനിസം നോക്കുന്നത്. റാഡിക്കൽ ഫെമിനിസം വന്നു കഴിഞ്ഞാൽ അവരുടെ ഫോക്കസ് എവിടെയാണ്? എപ്പോഴും പാട്രിയാർക്കിയിലാണ്, അല്ലെങ്കിൽ പാട്രിയാർക്കിക്കൽ നിയമങ്ങളിൽ ഊന്നു നിൽക്കുന്ന സൊസൈറ്റി എങ്ങനെ സ്ത്രീ വിരുദ്ധമാകുന്നു എന്നുള്ളതാണ്. സോ അതിൽ നിന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നു? ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് സൊസൈറ്റി ആൻഡ് മീഡിയ എൻഫോഴ്സസ് ആൻ ആർട്ടിഫിഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ ടു മെയിൻറ്റെയിൻ മെയിൽ ഡോമിനൻസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ്. സോ ഇവർ വാദിക്കുന്ന എന്താണ്? പാട്രിയാർക്കിയിൽ ഊന്നു നിൽക്കുന്ന സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ കീഴ്വഴക്കങ്ങൾ, മീഡിയ കാഴ്ചവെക്കുന്ന ഐഡിയാസും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? പുരുഷന്മാരെയും സ്ത്രീകളെയും ഇതേപോലെ ഡിവൈഡ് ചെയ്ത് പുരുഷന്മാരുടെ ഡോമിനൻസിൽ നിർത്താൻ അല്ലെങ്കിൽ ഒതുക്കാൻ കഴിയുന്ന കാഴ്ചപ്പാടാണ് സ്ത്രീകളെ കുറിച്ച് കാണിക്കുന്നത്. സോഷ്യലിസ്റ്റ് ഫെമിനിസം വരുമ്പോഴത്തേക്ക് സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന്റെ കാഴ്ചപ്പാട് ക്യാപിറ്റലിസത്തിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ഇവിടെ ഇറ്റ് ലിങ്ക്സ് ദി സബോർഡിനേഷൻ ഓഫ് വിമൻ ടു ദി ക്ലാസ് സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വേർ മീഡിയ സെർവ്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദോസ് ഇൻ പവർ. സോ ഇവിടെ സ്ത്രീകളെ ഈ പറഞ്ഞ പോലെ സബ്മിസീവ് ആയിട്ട് കാഴ്ചവെക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ഇവർ പറയുന്നത്? അവിടെ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമാകുന്ന മീഡിയ ആരെയാണ് സെർവ് ചെയ്യുന്നത്? പവർ പൊസിഷൻസിലുള്ള പുരുഷന്മാരെയാണ് സെർവ് ചെയ്യുന്നത്. സോ അവരുടെ കാഴ്ചപ്പാട് തന്നെ വീണ്ടും അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഈ ആശയങ്ങൾ തന്നെ വീണ്ടും റീഐറ്ററേറ്റ് ചെയ്യാണ്. ആൻഡ് ബ്ലാക്ക് ഫെമിനിസം വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഫോക്കസ് ഇന്റർസെക്ഷനാലിറ്റിയിലാണ്. അതായത് റേസും എത്നിസിറ്റിയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബ്ലാക്ക് ഫെമിനിസം വരുന്നത്. സോ ഇറ്റ് എമേർജ്ഡ് ബിക്കോസ് ദി മെയിൻ സ്ട്രീം ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഓഫൺ ഇഗ്നോർ ദി സ്പെസിഫിക് നീഡ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് ബ്ലാക്ക് വിമൻ. സോ ബ്ലാക്ക് ഫെമിനിസം വന്നത് തന്നെ എന്തുകൊണ്ടാണ്? കാരണം
മെയിൻ സ്ട്രീം ഫെമിനിസം എന്ത് ചെയ്തില്ല, വൈറ്റ് വിമന്റെ ആവശ്യങ്ങളാണ് കൂടുതലും മുന്നോട്ട് വെച്ചത്. പകരം എന്ത് ചെയ്തില്ല, മറ്റ് ഇന്റർസെക്ഷനാലിറ്റിയിലുള്ള റേസിനെ അടിസ്ഥാനമായിട്ട് ഡിഫറെന്റ് ബ്ലാക്ക് വിമന്റെയോ ബ്രൗൺ വിമന്റെയോ ആവശ്യങ്ങൾ അവര് മെയിൻ സ്ട്രീം ഫെമിനിസത്തിന്റെ ഭാഗമാക്കിയില്ല. സോ മീഡിയ വഴിയും വീണ്ടും എങ്ങനെയാണ്, ഓൾറെഡി സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി ഒരു ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള വിഭാഗമാണ്. സോ ആഡ് റേസ് ആൻഡ് എത്നിസിറ്റി ടു ദാറ്റ്. ആ ഓൾറെഡി ഡിസഡ്വാൻറ്റേജ്ഡ് ആകുന്ന കാരണം ജെൻഡറിന്റെ ഒപ്പം റേസും എത്നിസിറ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മീഡിയ കാഴ്ചപ്പാടുകൾ എന്താണ്, പലപ്പോഴും ഇവരെ ഒരു അടിമത്വം അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തന്നെ ആ ഹയറാർക്കിയിൽ സ്ത്രീനെ താഴെയായിട്ടാണ് മീഡിയ കാണിക്കുന്നത്. റേസും ഇതും കൂടെ പറയുമ്പോൾ, എത്നിസിറ്റിയും കൂടെ പറയുമ്പോഴത്തേക്ക് എന്താണ്, വീണ്ടും സ്ത്രീകളുടെ ഉള്ളിൽ തന്നെ അവരെ വീണ്ടും ഒരു താഴെത്തട്ടിലേക്ക് ആക്കുകയാണ്. സോ അതാണ് ബ്ലാക്ക് ഫെമിനിസം അഡ്രസ് ചെയ്യുന്നത്. സോ ഫെമിനിസ്റ്റുകൾ ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ദേ വാണ്ടഡ് ടു ഗോ ബിയോണ്ട് വാട്ട് ഇസ് സീൻ ഓൺ ദ സ്ക്രീൻ. അതായത് സ്ക്രീനിൽ കാണിക്കുന്നതിന്റെ അപ്പുറം പോവുക എന്നുള്ളൊരു ലക്ഷ്യം ഫെമിനിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. സേ ദേ അനലൈസ് ദ എൻറ്റയർ പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് മീഡിയ. സോ അതിനായിട്ട് അവർ എന്ത് ചെയ്തു, മീഡിയയുടെ പിറകിലുള്ള പൊളിറ്റിക്കൽ എക്കോണമിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് ആരാണ് ഈ മീഡിയ കമ്പനീസ് ഓൺ ചെയ്യുന്നത്, ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് കോണ്ടന്റ്, ഈ മീഡിയ പുറപ്പെടുപ്പിക്കുന്ന കണ്ടന്റ് അത് ആരാണ് സൃഷ്ടിക്കുന്നത്, ഹൂ ഇസ് ദി കണ്ടന്റ് ക്രിയേറ്റർ, ആൻഡ് ആർക്കാണ് ഈ കണ്ടന്റ് എങ്ങനെ ആയിരിക്കണം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കെൽപ്പുള്ളത്, പവർ ഉള്ളത് ആർക്കാണെന്നുള്ളതാണ് അവർ നോക്കുന്നത്. ആൻഡ് ഓഡിയൻസ് മാനേജ്മെന്റ് എൻഗേജ്മെന്റ് ഇതിന്റെ ഭാഗമാകുന്നു. അതായത് വ്യൂവേഴ്സ്, ഇത് കാണുന്ന ആളുകൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, ആൻഡ് അവര് കാണുന്ന ഈ ജെൻഡേർഡ് ആയിട്ടുള്ള കോണ്ടന്റിനെതിരെ ഇവരുടെ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് പഠിക്കുന്ന മറ്റൊരു തലം. ആൻഡ് ഇൻഇക്വാളിറ്റീനെ അടിസ്ഥാനമാക്കിയിട്ട് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡു മീഡിയ ഇമേജസ് റിലേറ്റ് ടു ദി ആക്ച്വൽ ഒപ്രഷൻ ആൻഡ് കൺട്രോൾ വിമൻ ഫേസ് ഇൻ ഡെയിലി ലൈഫ്. സോ മീഡിയ എങ്ങനെയാണ് ഈ ഒരു ഇൻഇക്വാളിറ്റി ചെലുത്തുന്ന അതിന്റെ ഒരു ഭാഗമായി മാറുന്നത് എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഈ മീഡിയ സർക്കുലേറ്റ് ചെയ്യുന്ന ഇമേജസ് അല്ലെങ്കിൽ കോണ്ടന്റ് വഴി ആക്ച്വൽ ഒപ്രഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നും സ്ത്രീകൾ എങ്ങനെ കൺട്രോളിന് വിധേയമാക്കപ്പെടുന്നു അവരുടെ ഡേ ടു ഡേ ലൈഫിൽ എന്നുള്ളതാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ, ഓണർഷിപ്പ് ആരുടേതാണ്, ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്തിനു പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഡിസിഷൻ ആരെടുക്കുന്നു, ആൻഡ് കാണുന്ന ആളുകൾ കൺസ്യൂമേഴ്സ് ഓഫ് ദിസ് കോണ്ടന്റ് അവരെങ്ങനെ ഈ കോണ്ടന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ആൻഡ് ഇൻഇക്വാളിറ്റി എങ്ങനെ ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫെമിനിസ്റ്റ് മീഡിയ റിസർച്ച് കൊണ്ട് ഫെമിനിസ്റ്റുകൾ ഉദ്ദേശിച്ചത്. സോ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് യൂസ് മീഡിയ ആസ് എ ടൂൾ ഫോർ പ്രൊട്ടസ്റ്റ് ആൻഡ് റിഫോം. സോ ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഫെമിനിസ്റ്റ് മൂവ്മെന്റ് മീഡിയനെ അവര് തള്ളിക്കളയല്ല, അവർ പകരം മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് മീഡിയനെ അവരുടെ ഒരു ടൂളാക്കി മാറ്റുകയാണ്. സോ ദേ യൂസ് മീഡിയ ടു പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ഒഫെൻസിങ് ഓർ ഡീഗ്രേഡിങ് കണ്ടന്റ്. സോ അവരെന്ത് ചെയ്യുന്നു, ദേ കോൾ ഔട്ട്, അവര് ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ റോങ്ഫുൾ ആയിട്ടുള്ള ഡെപിക്ഷൻസിനെതിരെ അവര് ചാലഞ്ച് ചെയ്യുന്നു. അനദർ തിങ് ഇസ് ദേ ചാലഞ്ച് ബ്യൂട്ടി പാജൻസ് ആൻഡ് അൺറിയലിസ്റ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്. മറ്റൊരു മെയിൻ ഇൻഡസ്ട്രി എന്നുള്ള സ്ത്രീകളെ വെച്ച് ഇതിന്റെ ഒരു കച്ചവടത്തിന്റെ ഭാഗവും കൂടെ ആക്കിയാണ് അല്ലേ, ഇതിൽ നിന്ന് പ്രോഫിറ്റ് ലഭിക്കുകയാണ്. സോ ആ പ്രോഫിറ്റ് ഏതിലൂടെയും വരുന്നുണ്ട്, ഈ പറയുന്ന ബ്യൂട്ടി പാജൻസ് അതിന്റെ ഒരു വലിയ ഘടകമാണ്. സോ ഈ ബ്യൂട്ടി പാജൻസ് പോലത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സൗന്ദര്യം എന്താണ്, എങ്ങനെയായിരിക്കണം, ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നു, ഫെമിനിസ്റ്റുകൾ ചാലഞ്ച് ചെയ്യുന്നു. സോ ദ ഡിമാൻഡിങ് മോർ വിമൻ ഇൻ കണ്ടന്റ് ക്രിയേഷൻ റോൾ. സോ അവരെന്ത് ചെയ്യുന്നു, സ്ത്രീകൾ നേരത്തെ പറഞ്ഞ ആ പ്രൊഡക്ഷൻ തലത്തിന്റെ ഭാഗമാകണം എന്നുള്ള വാദമാണ്. അതായത് ഡയറക്ടേഴ്സ് ആയിട്ടും റൈറ്റേഴ്സ് ആയിട്ടും പ്രൊഡ്യൂസേഴ്സ് ആയിട്ടും സ്ത്രീകൾ വരണമെന്നാണ് അവർ വാദിക്കുന്നത്. സോ ദേ പുഷിംഗ് ഫോർ എ പോസിറ്റീവ് പൊർട്രയൽ ഓഫ് വിമൻ ദാറ്റ് റിഫ്ലെക്ട്സ് ദെയർ ഡൈവേഴ്സ് കപ്പാസിറ്റീസ് അല്ലെങ്കിൽ കേപ്പബിലിറ്റി. സോ അവര് സ്ത്രീകളെ കുറിച്ചുള്ള ഈ മീഡിയ ഡിപ്പിക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളതായിരിക്കണം. അതായത് എല്ലാ സ്ത്രീകൾക്കുമുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കപ്പാസിറ്റികൾ കാഴ്ചവെക്കുന്ന രീതിയിലുള്ള ഒരു ഡെപ്പിക്ഷൻ ആയിരിക്കണമെന്നാണ് അവര് വാദിക്കുന്നത്.
സോ യു ക്യാൻ സീ ദിസ് ഷിഫ്റ്റ് ഇൻ മീഡിയ കൾച്ചർ അല്ലെ. ട്രഡീഷണലി സ്ത്രീകൾ എന്താണ് സബ്മിസീവ് ആയിട്ടുള്ള ഹൗസ് വൈഫ് ആയിട്ട് കാണിക്കുന്നു. മോഡേൺ ടേക്ക് ഇതിന്റെ വിരുദ്ധമായിട്ട് മോഡേൺ തലത്തിൽ എന്ത് ചെയ്യുന്നു, സ്ത്രീകളെ ലാർജ് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ആയിട്ട് കാണിക്കുന്നു. സോ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ അവിടെ കാണിക്കുകയാണ്. ട്രഡീഷണലി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകളായിട്ട് കാണിക്കുന്നതാണ് ഒരു തലത്ത്. ഫെമിനിസ്റ്റുകളുടെ ഇടപെടൽ കൊണ്ട് എന്ത് സംഭവിച്ചു, മോഡേൺ ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്യണത്, സ്ത്രീകളെ പുരുഷന്മാരുടെ ഒപ്പം അതേ വേതനത്തിന് ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകളായിട്ട് അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷവും ജോലി ചെയ്യുന്ന ആളുകളായിട്ട് കാണിക്കുകയാണ്. മറ്റൊരു തലത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പാസീവ് ആയിട്ടുള്ള കണ്ടന്റ് കൺസ്യൂമേഴ്സ് ഓഫ് കണ്ടന്റ് ആയിരുന്നു സ്ത്രീകൾ പല ഘട്ടങ്ങളിൽ. ഫെമിനിസ്റ്റുകളുടെ ഇടപെടൽ കൊണ്ട് എന്ത് സംഭവിച്ചു, വിമൻ അസേർട്ടഡ് ആസ് ഇൻഡിപെൻഡന്റ് ആൻഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. സ്ത്രീകൾ തന്നെ എന്തായിട്ട് മാറി, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറാൻ തുടങ്ങി. സോ അവിടെ ഒരു എവല്യൂഷൻ ഓഫ് വിമൻ ഇൻ മീഡിയ നമുക്ക് കാണാം. അതായത് മുൻകാലത്ത് എന്തായിരുന്നു, മീഡിയ ഹൗസസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൽ ഡോമിനേറ്റഡ് ആയിരുന്നു, മെയിൽ ഓണർഷിപ്പിലായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താണ്, റിജിഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് സ്റ്റീരിയോ ടൈപ്സ് ആയിരുന്നു ഈ മീഡിയ ഹൗസസ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി എന്ത് സംഭവിച്ചു, കൂടുതൽ സ്ത്രീകൾ പ്രൊഡക്ഷന്റെ ഭാഗമാകുകയും മീഡിയ ഹൗസസിന്റെ പ്രൊഡക്ഷൻ ഭാഗമാകുകയും അവിടെ എന്താണ്, സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, ഡൊമസ്റ്റിക് സ്ഫിയറിലുള്ള പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, പബ്ലിക് പാർട്ടിസിപ്പേഷന്റെ ഭാഗമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീ ആരാണെന്നുള്ളതും കാഴ്ചവെക്കാനായിട്ട് തുടങ്ങി. സോ ദ കോൺസ്റ്റന്റ് റിവിഷൻ ഓഫ് ഫെമിനിസ്റ്റ് തോട്ട് മീൻസ് ദ മീഡിയ മസ്റ്റ് കണ്ടിന്യൂലി അഡാപ്റ്റ് ടു ബി ട്രൂലി ഇൻക്ലൂസീവ്. സോ ഇവിടുത്തെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റിവിഷന് വിധേയമായിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് സാധിക്കുള്ളൂ, ഈ പറയുന്ന പോലെ മീഡിയ ഡേ ടു ഡേ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് എന്തൊക്കെ മാറ്റം വരുന്നു അതെല്ലാം ട്രൂ സെൻസിൽ കാഴ്ചവെക്കാൻ കഴിയത്തുള്ളൂ. ഇനി മീഡിയ വയലൻസ് പറയുകയാണെങ്കിൽ, മീഡിയ വയലൻസ് പലപ്പോഴും എന്താണ്, അതൊരു ഇമേജിലാകാം, ആ ഇമേജ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആകാം, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് വരെ ആകാം. സോ അതിൽ കൂടെ എന്താണ് കാണിക്കുന്നത്, ഒരു പൊട്രയൽ ഓഫ് ഫിസിക്കൽ ഹാം അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് ആണ് കാണിക്കുന്നത്. സോ ഈ മീഡിയ വയലൻസ് വീഡിയോ ഗെയിംസിന്റെ ഭാഗമാകാം. ഈ വീഡിയോ ഗെയിംസിനെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ ഔട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, അതായത് അല്ലെങ്കിൽ എടുത്തു പറയുന്നു. കാരണം എന്താണ്, വീഡിയോ ഗെയിംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ററാക്റ്റീവ് ആണ് അല്ലെ. സോ ഇന്ററാക്റ്റീവ് ആകുന്നത് വഴി എന്ത് സംഭവിക്കുന്നു, ദേ മേ എൻകറേജ് യൂസേഴ്സ് ടു പെർഫോം വയലന്റ് ആക്ട്സ് ലൈക്ക് തെഫ്റ്റ് ഓർ അസാസിനേഷൻ വിത്തിൻ ദി ഗെയിം. സോ ഈ ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്താണ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ ഏർപ്പെടണമായിരിക്കും. സോ ആ ടാസ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു വയലന്റ് ആയിട്ടുള്ള ടാസ്ക് ആകാം. സോ അങ്ങനെ ആ ടൈപ്പ് ഓഫ് ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു അഡൾട്ടിനോ എന്ത് സംഭവിക്കുന്നു, റിയാലിറ്റിയിൽ വരുമ്പോഴത്തേക്കും ഇവര് ഈ വയലന്റ് പ്രോൺ ആയി മാറുകയാണ്. സോ ഇങ്ങനെ മീഡിയയിൽ വയലൻസ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ട് റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ വേൾഡിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും വയലൻസ് ഒരു നോർമൽ ആണെന്ന് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതുണ്ടാകുന്ന എപ്പോഴാണ്, ഫ്രീക്വന്റ് ആയിട്ട് മീഡിയ വയലൻസ് കൺസ്യൂം ചെയ്യുകയും സെവറൽ നെഗറ്റീവ് സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ഔട്ട്കം ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാകും. അതായത് നമ്മൾ നിരന്തരം ഈ പറയുന്ന വയലന്റ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസും അതേപോലെ വയലന്റ് ആയിട്ടുള്ള മീഡിയ കണ്ടന്റുമാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ലോങ് ടേമിൽ എന്ത് സംഭവിക്കും, സൈക്കോളജിക്കലി നമ്മുടെ മാനസികാവസ്ഥയും ബിഹേവിയറും അതിനനുസരിച്ച് മാറും. നമ്മൾ കൂടുതൽ അഗ്രസീവ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു ഡീസെൻസിറ്റൈസേഷൻ നടക്കുന്നു. അതായത് നമ്മൾ ഗെയിംസിൽ ഇപ്പോൾ ഒരാളെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ എന്താണ്, റിയൽ ലൈഫിൽ അത് റിപ്പകർഷൻ ഇല്ല. പക്ഷെ അത് നമ്മള് എന്താണ്, നമ്മളുടെ ഒരു ഓൾട്ടർ ചെയ്യാണ് അല്ലെ, മെന്റാലിറ്റി അവിടെ ഓൾട്ടർ ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മളൊരു വയലൻസിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് നമുക്കത് സ്വാഭാവികമായിട്ട് ചെയ്യാൻ ഉള്ളൊരു കെൽപ്പ് ഉണ്ടാകണം. ആ ഒരു ലെസ് എംപത്തറ്റിക് ആയി മാറുന്നു. സോ ആ ഒരു ഡീസെൻസിറ്റൈസേഷൻ നടക്കുന്നു. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ പ്രോ സോഷ്യൽ ബിഹേവിയർ. അതായത്
നമ്മളുടെ ഒരു മെന്റാലിറ്റി മാറുകയാണ്. നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണെന്ന്, നമ്മൾ മറ്റു വ്യക്തികളോട് ഹാർമോണിയസ് ആയിട്ട് കോപ്പറേറ്റീവ് ആയിട്ട് ജീവിക്കേണ്ടതാണെന്നുള്ളത് മാറിക്കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഒരു ഡിക്ലൈൻ ഉണ്ടാവുകയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ. ഒരു ഹെൽപ്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് മെന്റാലിറ്റി മാറുകയാണ്. മറ്റൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഡെവലപ്മെന്റ് ഓഫ് അറ്റൻഷണൽ പ്രോബ്ലംസ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് വ്യൂ ഓഫ് സോഷ്യൽ റിയാലിറ്റി. സോ കണ്ടിന്യൂസ്ലി ഈ വയലന്റ് ആയിട്ടുള്ള മീഡിയ കൺസപ്ഷൻ നടക്കുന്നത് വഴി അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ കോഗ്നേറ്റീവ് സെൻസസിനെയാണ് ബാധിക്കുന്നത്. അതായത് നമ്മുടെ ഡെവലപ്മെന്റ്, നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കെൽപ്പ് കുറയുകയാണ്. കൂടാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ സോഷ്യൽ റിയാലിറ്റീനെ മനസ്സിലാക്കുന്നതിലും മാറ്റം ഉണ്ടാകുന്നു. നമ്മൾ കാര്യങ്ങൾ അതിന്റെ ശരിയായിട്ടുള്ള രീതിക്ക് മനസ്സിലാക്കണമെന്നില്ല. സോ ദാറ്റ് ഇസ് വാട്ട് കോൺസിക്വൻസസ് ഓഫ് എക്സ്പോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇന്ത്യയിൽ എന്തൊക്കെ റെഗുലേറ്ററി മെക്കാനിസംസ് ഉണ്ട് ഈ പറയുന്ന മീഡിയ വയലൻസ് കർബ് ചെയ്യാനായിട്ട്? സോ ആദ്യം തന്നെ സിനിമാറ്റോഗ്രാഫി ആക്ട് 1952 കൊണ്ടുവന്ന ആക്ട് ആണ്. സോ എന്ത് ചെയ്യുന്നു, ഇത് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദി സർട്ടിഫിക്കേഷൻസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഫിലിം. നമ്മൾ പലപ്പോഴും കേൾക്കുമല്ലോ, ഒരു സിനിമയ്ക്ക് അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ്. അതായത് ഒരു മൂവി അല്ലെങ്കിൽ ഒരു വിഷ്വൽ സബ്ജക്റ്റ് ആളുകൾക്ക് കാണാൻ യോഗ്യമാണ്. സോ സെൻസറിങ് നടക്കുന്നത് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. മറ്റൊരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ പ്രസ് കൗൺസിൽ ആക്ട് 1978 വന്നത്. സോ ദിസ് എസ്റ്റാബ്ലിഷ് ദ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, PCI എന്ന് പറയുന്ന ഈ ഒരു കൗൺസിലിനെ സ്ഥാപിച്ചു. ആൻഡ് അവർ പ്രവർത്തിക്കുന്നത് ഇസ് ടു മെയിൻറ്റെയിൻ പ്രസ് ഫ്രീഡം ആൻഡ് സ്റ്റാൻഡേർഡ്സ്. സോ പ്രസ് അല്ലെങ്കിൽ മീഡിയ ഒരു നിലവാരം പുലർത്തണമെന്നും അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ് കൗൺസിൽ ആക്ട് ഉള്ളത്. മറ്റൊരു നിയമ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാർ ഭാരതി ആക്ട് 1990 ഉണ്ടായതാണിത്. ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഒരു കൂട്ടായ്മയാണ് ഈ പ്രസാർ ഭാരതി ആക്ട്. മറ്റൊന്ന് കേബിൾ TV നെറ്റ്വർക്ക്സ് ആക്ട് 1995 വന്ന. സോ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ്സ് കേബിൾ ഓപ്പറേഷൻസ് ആൻഡ് ഡിഫൈൻസ് ദ പ്രോഗ്രാം ആൻഡ് അഡ്വർടൈസ്മെന്റ് കോഡ്സ്. സോ ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ കേബിൾ ഓപ്പറേഷൻസിനെ നിയന്ത്രിക്കുകയും പ്രോഗ്രാംസും അഡ്വർടൈസ്മെന്റ് കോഡ്സ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സും ഏത് രീതിയിലുള്ളത്, ഇതൊരു നിലവാരം പുലർത്തുന്നതാണോ എന്ന് നിശ്ചയിക്കുന്നതാണ്. ആൻഡ് CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ദിസ് സ്ക്രീൻസ് ആൻഡ് അപ്രൂവ്സ് ഫിലിംസ് ഓർ ആഡ്സ് ഫോർ പബ്ലിക് എക്സിബിഷൻ. സോ ഇവിടെ നിന്നാണ് സിനിമകൾ തിയേറ്ററിലേക്കും TV-യിലേക്കും കാണാൻ യോഗ്യമാണോ എന്ന തീരുമാനത്തോടെ അല്ലെങ്കിൽ സ്ക്രീനിങ് നടക്കുന്നത് ഇവിടെയാണ് അപ്രൂവൽ ലഭിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് IT റൂൾസ് 2021. സോ this brought online news and OTT platforms like Netflix or Hotstar under the government oversight for the first time. So ഇതിനു മുമ്പ് എന്താണ്, ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. സോ ഈ ഒരു IT റൂൾസ് 2021 വരവോടെ ഓൺലൈനായിട്ട് പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ന്യൂസ് പ്ലാറ്റ്ഫോംസും OTT പ്ലാറ്റ്ഫോംസിനും ഒരു നിയന്ത്രണം വന്നു. മറ്റൊരു ടൈപ്പ് ഓഫ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ വയലൻസ്. സോ സൈബർ വയലൻസ് എന്ന് പറയുമ്പോഴേ തന്നെ ഓൺലൈൻ നടക്കുന്ന വയലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ബിഹേവിയേഴ്സിനെ അടിസ്ഥാനമായിട്ട് അത് ക്രിമിനൽ ആകാം, നോൺ ക്രിമിനൽ ആകാം. പക്ഷെ എന്താണ്, നോൺ ക്രിമിനൽ ആണെങ്കിൽ പോലും ഇഫ് ഇറ്റ് വയലേറ്റ്സ് എ പേഴ്സൺസ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്, അതിനെ നമ്മൾ സൈബർ വയലൻസ് ആയിട്ട് പറയുന്നു. മറ്റൊരാളുടെ കൺസെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഇമോഷണൽ ആയിട്ട് ഹാം വരുത്തുന്ന ഏതൊരു കാര്യത്തിനെ നമ്മൾ സൈബർ വയലൻസിന്റെ ഭാഗമാക്കുന്നു. സോ സൈബർ വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സൈബർ ഹരാസ്മെന്റ് ആകാം, അല്ലെങ്കിൽ നോൺ കൺസെൻഷ്വൽ ഇമേജ് ഷെയറിംഗ് ആകാം. ഒരാളുടെ ഇപ്പോൾ പലപ്പോഴും എന്താണ് ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട്ണർ മറ്റൊരാളെ നാണം കെടുത്താനായിട്ടോ അല്ലെങ്കിൽ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ മോർഫ് ചെയ്ത ഇമേജസ് അല്ലെങ്കിൽ അവരുടെ ന്യൂഡ് ആയിട്ടുള്ള ഇമേജസ് പരത്തുന്ന വഴി എന്താണ് അവിടെ അതൊരു സൈബർ വയലന്റ് ആക്ട് ആയിട്ട് മാറുകയാണ്. സോ അതേപോലെ സൈബർ ഹാരാസ്മെന്റും നോൺ കൺസെൻഷ്വൽ ഇമേജ് ഷെയറിങ്ങും സർക്കുലേഷൻ ഓഫ് അസോൾട്ട്, അതായത് ഒരു സെക്ഷൽ അസോൾട്ട് നടക്കുന്നത് വീഡിയോ
റെക്കോർഡ് ചെയ്തുകൊണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നത്, അതും എന്താണ് ഒരു ടൈപ്പ് ഓഫ് ജെൻഡേർഡ് വയലൻസും ആണ്, സൈബർ വയലൻസിന്റെ ഭാഗമാകുന്നു. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഡിജിറ്റൽ ഡേറ്റിംഗ് അബ്യൂസ് ആൻഡ് സ്റ്റോക്കിംഗ്. അതായത് ഇന്റർനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളെ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഹരാസ് ചെയ്യുക. ഇതെല്ലാം എന്താണ് ഡിജിറ്റൽ ഡേറ്റിംഗ് അബ്യൂസ് അല്ലെങ്കിൽ സ്റ്റോക്കിങ്ങിന്റെ ഭാഗമായിട്ട് പറയും. സോ ഇതെല്ലാം എന്താണ് സൈബർ വയലൻസ് ആണ്. സോ സൈബർ വയലൻസ് പറയുമ്പോഴത്തേക്ക് സൈബർ വയലൻസിന്റെ ഒരു ഭാഗമാണ് സൈബർ ബുള്ളിങ്. സോ ഇതൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകേണ്ടതാണ്. അതായത് സൈബർ വയലൻസ് ആണ് കുറച്ചും കൂടി ഒരു അംബ്രല്ല ടേം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് കുറച്ച് ആ ഒരു ഘടകം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതായത് ഇപ്പോ സെക്സിസം അല്ലെങ്കിൽ റേസിസം അല്ലെങ്കിൽ ഹോമോഫോബിയ, ട്രാൻസ്ഫോബിയ, ഇതെല്ലാം എന്താണ് ഒരു ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് പറയാം. സോ ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ് സൈബർ വയലൻസ്. സോ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇസ് എ ലാർജ് പാർട്ട് ഓഫ് ദിസ് സൈബർ വയലൻസ് അല്ലേ. സോ സോഷ്യൽ മീഡിയ കൊണ്ട് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതായത് ഇതൊരു സേഫ് സ്പേസ് നൽകുന്നുണ്ട് സ്ത്രീകൾക്ക് അവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബോഡി ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും, അതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറിക്കൊണ്ട് എന്താണ് ആന്റി സെക്സിസ്റ്റ് ആയിട്ടുള്ള ആന്റി റേസിസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പൊരുതാനായിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറുന്നുണ്ട്. അതേസമയം എന്താണ് ഈ സ്ലട്ട് ഷെയ്മിംഗ് പോലെ സർവെയിലൻസും മോണിറ്ററിങ്ങും സെൻസർഷിപ്പിനും വിധേയമാക്കേണ്ടി വരുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾ യൂണിറ്റ് 1 ബ്ലോക്ക് 6ന്റെ. ഇനി കമ്മിങ് ടു യൂണിറ്റ് 2. സോ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഇഷ്യൂസ് ഓഫ് സെക്ഷൽ മൈനോറിറ്റീസ്. സോ ആദ്യം തന്നെ സെക്ഷൽ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്? So sexual minorities are individuals or groups whose sexual orientations, gender identity or sexual practices differ from the societal majority. So sexual minorities എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇപ്പൊ ഹെട്രോസെക്ഷൽ ആയിട്ടാണ് അവരൊരു എന്താണ് സെക്ഷൽ മെജോറിറ്റിയാണ് അവര്. പക്ഷേ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ, ഗേസ് ആകാം, ലെസ്ബിയൻസ് ആകാം, ട്രാൻസ് ആകാം, സോ അവരെന്താണ് ഒരു മൈനർ സെക്ഷൽ ഗ്രൂപ്പ്സ് ആണ്. സോ അവരും ഡിഫറെന്റ് സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ള ആളുകളാണ്. കൂടാതെ ഇത് അല്ലാണ്ട് ആരാണ് ഡിഫറെന്റ് ജെൻഡർ ഐഡന്റിറ്റി ഉള്ള ആളുകൾ, ഡിഫറെന്റ് സെക്ഷൽ പ്രാക്ടീസുകളിൽ ഏർപ്പെടുന്ന ആളുകളെല്ലാം എന്തായിട്ട് ടേം ചെയ്യപ്പെടാം, നമുക്ക് സെക്ഷൽ മൈനോറിറ്റി ആയിട്ട് പറയാം. സോ മേജർ കാറ്റഗറീസ് ആരാണ് ഇതിന്റെ? ലെസ്ബിയൻസ് ഉണ്ട്, ഗേസ് ഉണ്ട്, ബൈസെക്ഷൽ ആളുകളുണ്ട്, ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ്. സോ LGBTQ+ എന്നുള്ള ഈ അംബ്രല്ല ടേമിൽ നമ്മൾ ആരെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ അവരെല്ലാം ഈ സെക്ഷൽ മൈനോറിറ്റിയാണ്. സോ ഹിസ്റ്റോറിക്കലി ദീസ് ഗ്രൂപ്പ്സ് ആർ ഫേസ്ഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആൻഡ് ലീഗൽ ഡിസ്ക്രിമിനേഷൻ. സോ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവര് പലപ്പോഴും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല. അതുകൊണ്ട് തന്നെ എന്താണ് പലപ്പോഴും അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ലീഗലി ബോധപൂർവം ദേ ഹാവ് ബിൻ ഡിസ്ക്രിമിനേറ്റഡ് അഗൈൻസ്റ്റ്. സോ അവർ പലപ്പോഴും അതുകൊണ്ട് തന്നെ എന്താണ് എക്കണോമിക്കലിയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവർ സ്ട്രക്ചേഴ്സിന്റെയും പുറത്ത് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടിട്ടുള്ളവരാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ ഇടയിൽ ദർ ആർ ഹയർ റേറ്റ്സ് ഓഫ് പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, ഓഫൻ ഫോഴ്സിങ് ഇൻഡിവിജ്വൽസ് ഇൻ ടു മാർജിനലൈസ്ഡ് സർവൈവൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബെഗിങ്. സോ പലപ്പോഴും എന്താണ് ഇവരൊരു മൈനോറിറ്റി ആണ്. ഇവരുടെ സെക്ഷൽ ഓറിയന്റേഷൻസ് കാരണം എന്താണ് ഇവർ പലപ്പോഴും മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. സോ ആ മാർജിനലൈസേഷൻ എക്കണോമിക്കലിയും പൊളിറ്റിക്കലിയും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്താണ് അവർ പലപ്പോഴും ഹയർ റേറ്റ്സ് ഓഫ് പോവേർട്ടി, കൂടുതലും ദാരിദ്ര്യ മേഖലയിലുള്ളവരായി മാറുകയും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്റെ പുറത്ത് നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ എന്താണ് അവർ പലപ്പോഴും ഈ പറയുന്ന സർവൈവലിന് വേണ്ടി ബെഗിങ് പോലത്തെ ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടേണ്ടി വരുന്നു. സോ സെക്ഷൽ മൈനോറിറ്റീസ് പറയുമ്പോഴേ നമുക്ക് ഹോമോസെക്ഷുവാലിറ്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഹോമോസെക്ഷുവാലിറ്റി ആണ് ദി അതർ ആയിട്ട് പറയുന്നത്. സോ ഇവർക്ക് വിരുദ്ധമായിട്ടാണ് സെക്ഷൽ മൈനോറിറ്റി ഉണ്ടാകുന്നത്. സോ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is an enduring pattern of emotional, romantic or sexual attraction of people of the same sex.
സോ ഹെട്രോസെക്ഷലിന് ബദലായിട്ടാണ് ഹോമോസെക്ഷുവാലിറ്റി വരുന്നത്. അതായത് ഹെട്രോസെക്ഷൽ ആണ് ദി നോം എന്ന് സൊസൈറ്റി കരുതുന്നത്. അതായത് മെയിൽ ആൻഡ് ഫീമെയിലിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്സ്. ആൻഡ് ഇതാണ് മെയിൻ സ്ട്രീം സൊസൈറ്റി അംഗീകരിക്കുന്നത്. ഇതിന് ബദലായിട്ട് വരുന്നതാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. സോ അത് ഇമോഷണലി, റൊമാൻറ്റിക്കലി ആൻഡ് സെക്ഷൽ അട്രാക്ഷൻ, ഒരേ സെക്സിൽ ഉള്ള ആളുകളുടെ ഇടയിൽ ഈ പറയുന്ന ഇമോഷണൽ ആയിട്ട്, റൊമാൻറ്റിക് ആയിട്ടും സെക്ഷൽ അട്രാക്ഷനെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. സോ ലെസ്ബിയൻസ് ആരാണ്? ഫീമെയിൽസ് ആണ്. ആൻഡ് സെയിം സെക്സ്, ഒരു സ്ത്രീനെ തന്നെ അട്രാക്റ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സെക്ഷൽ ഓറിയന്റേഷനാണ് നമ്മൾ ലെസ്ബിയൻസ് എന്ന് പറയുന്നത്. മെയിൽസ് എന്ന് ഗേ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൽ ഓൺ മെയിൽ, അതായത് പുരുഷനെ തന്നെ സെയിം സെക്സ് അട്രാക്ഷനും റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏറ്റെടുക്കുന്നതാണ് ഗേ എന്ന് പറയുന്നത്. ഇനി അതിന്റെ നെക്സ്റ്റ് ഘട്ടമാണ് ട്രാൻസ്ജെൻഡർ ആൻഡ് ട്രാൻസ്സെക്ഷൽ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ആൻ അംബ്രല്ല ടേം ഫോർ പീപ്പിൾ ഹൂസ് ജെൻഡർ ഐഡന്റിറ്റി ഡിഫേഴ്സ് ഫ്രം ദി സെക്സ് അസൈൻഡ് അറ്റ് ബർത്ത്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് either they can be a boy or a girl, അല്ലെ? അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ജന്മന ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്. പക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ജന്മന അസൈൻ ചെയ്തിട്ടുള്ള സെക്ഷൽ ഓർഗൻ വെച്ചുകൊണ്ട് ഒരു ജെൻഡർ അല്ലെങ്കിൽ ഒരു സെക്സ് എന്ന് നമുക്ക് പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്, ജെൻഡറിനെ അടിസ്ഥാനമാക്കി അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന് വിരുദ്ധമായിട്ടാകാം. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് ബയോളജിക്കലി പുരുഷനാണെങ്കിലും അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് സ്ത്രീയുമായിട്ടായിരിക്കാം. അതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതേസമയം ട്രാൻസ്സെക്ഷൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ മോർ സ്പെസിഫിക് ടേം ഫോർ ഇൻഡിവിജ്വൽസ് who seek to transition to the opposite sex, often through medical intervention. So transsexual എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ജനിച്ചത് പുരുഷനായിട്ടായിരിക്കാം, പക്ഷെ അവര് സ്ത്രീ ആയിട്ട് മാറാനായിട്ട് താല്പര്യമുള്ളവരും അതുകൊണ്ട് തന്നെ എന്താണ് ഹോർമോണൽ ട്രീറ്റ്മെന്റും സർജിക്കൽ മാർഗം കൊണ്ടും എന്ത് ചെയ്യുന്നു, അവരവരുടെ സെക്സിനെ തന്നെ ഓൾട്ടർ ചെയ്യുന്നു. ആ ഒരു വിഭാഗത്തിനാണ് ട്രാൻസ്സെക്ഷൽ എന്ന് പറയുന്നത്. ഇനി തേർഡ് ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ ഇൻഡിവിജ്വൽസ് ഐഡന്റിഫൈങ് ആസ് എ തേർഡ് ജെൻഡർ. അവരെയും ഈ ട്രാൻസ്ജെൻഡർ കൊടക്കീഴിലാണ് നമ്മൾ പറയുന്നത് തേർഡ് ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക്. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ഐഡന്റിറ്റി. അതായത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് സെക്ഷൽ ഓറിയന്റേഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ജെൻഡർ ഐഡന്റിറ്റി. സോ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയുടെ സെക്ഷൽ ഓറിയന്റേഷൻ, അതായത് അവര് ആരോടാണോ അട്രാക്റ്റഡ് ആണോ, പുരുഷനാണോ സ്ത്രീയോടോ ആണോ എന്നുള്ളത് എന്താണ്, അവരുടെ ജെൻഡർ ഐഡന്റിറ്റിയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരിക്കണമെന്ന് ഇല്ല. അവരെന്തായിരിക്കാം, അവര് ഹെട്രോസെക്ഷൽ ആകാം, ഹോമോസെക്ഷലും ആകാം, ബൈസെക്ഷലും ആകാം. സോ ജെൻഡർ മൂവ്മെന്റ് ആൻഡ് ലീഗൽ ഡിമാൻഡ്സ് ഒരു 19th അല്ലെങ്കിൽ ഈ ലേറ്റ് 19th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ലോകത്തെമ്പാടും ഈ പറയുന്ന പോലെ ജെൻഡർ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ജെൻഡർ മൂവ്മെന്റ്സിന്റെ ഒരു ആരംഭം അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് ദേ ഡിമാൻഡഡ് ഈക്വൽ ട്രീറ്റ്മെന്റ്. ഈക്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലീഗൽ റെക്കഗ്നിഷനും ഫാമിലി റൈറ്റ്സും സോഷ്യൽ ഇക്വാളിറ്റിയും, അതായത് ഈ സെക്ഷൽ മൈനോറിറ്റിക്ക് വിവാഹം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കണമെന്ന്, സിവിൽ യൂണിയൻസ് ഉണ്ടാകണമെന്നും, ലീഗൽ ഐഡന്റിഫിക്കേഷൻ അവരെയും ഒരു കാറ്റഗറി ആയിട്ട് ലീഗലി ഐഡന്റിഫൈ ചെയ്യണം എന്ന ആവശ്യം ആയിരുന്നു ലീഗലി അവർ ആവശ്യപ്പെട്ടത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി റൈറ്റ്സ് ലഭിക്കണം, അതായത് കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശവും പാരന്റിങ് റൈറ്റ്സ് ഉണ്ടാകണം എന്നായിരുന്നു രണ്ടാമത്തെ വാദം. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഇക്വാളിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർക്കും എന്താണ് ഹെൽത്ത് കെയർ ആക്സസ്, മിലിറ്ററി സർവീസിൽ ജോലി ചെയ്യാനുള്ള അവകാശം ആൻഡ് എംപ്ലോയ്മെന്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷനെതിരെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ഉണ്ടാകണമെന്നായിരുന്നു ഈ ജെൻഡർ മൂവ്മെന്റ് ലേറ്റ് 19th സെഞ്ചുറീസിൽ വാദിച്ചത്. സോ സെക്ഷൽ മൈനോറിറ്റീസ് അവരുടെ വെൽബീയിങ്ങിനെ ചാലഞ്ച് ചെയ്യുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ആദ്യം തന്നെ
ഒരു സോഷ്യൽ നിഗ്ലക്ട് അവിടെ കാണാം. സോ സോഷ്യൽ നിഗ്ലക്ട് എന്ന് പറയുന്നത് അത് ആക്സിഡന്റലി സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ മെന്റാലിറ്റി ഓഫ് ദി മെജോറിറ്റി, ഇൻഎഫിഷ്യന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദി ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ പവർ. സോ സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന ആ സ്റ്റിഗ്മറ്റൈസേഷനിൽ നിന്നാണ് ഈ ഒരു സോഷ്യൽ നിഗ്ലക്ട് ഈ ഒരു സെക്ഷൽ മൈനോറിറ്റീസിന് എതിരെ ഉണ്ടാകുന്നത്. സോ അവിടെ എന്താണ് ഫാമിലി റിജക്ഷൻ ഉണ്ടാകുന്നത്. മെനി ഇൻഡിവിജ്വൽസ് ആർ റിജക്റ്റഡ് ബൈ ദർ ഓൺ ഫാമിലി. ഇപ്പോ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യപ്പെടുന്നു? പല സാഹചര്യങ്ങളിലും അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ദ ഫേസിങ് റിജക്ഷൻ. ആൻഡ് ഫാമിലി റിജക്ഷൻ എന്തിലേക്ക് നയിക്കുന്നു? അവർ പലപ്പോഴും ഹോംലെസ് ആയി മാറുന്നു. ആ ഹോംലെസ് ആയി മാറുന്നത് കൊണ്ട് തന്നെ എന്താണ്? അവർക്ക് എക്കണോമിക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, കൂടാതെ ഒരു സോഷ്യൽ ഐസൊലേഷനും ഫേസ് ചെയ്യുന്നു. സോ ഡ്യൂ ടു ദിസ് എക്സ്ക്ലൂഷൻ ഫ്രം ദി ഫോർമൽ ജോബ് മാർക്കറ്റ്, മെനി ആർ ഫോഴ്സ്ഡ് ഇൻ ടു സ്ട്രീറ്റ് ഡ്വെല്ലിംഗ്, ബെഗിങ് ഓർ കമേഴ്ഷ്യൽ സെക്സ് ഇൻഡസ്ട്രി. സോ അവരിങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റത്തിന്റെ പുറത്താക്കപ്പെടുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഫോർമൽ ആയിട്ടുള്ള ജോബ് മാർക്കറ്റിന്റെ ഭാഗമാകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യപ്പെടുന്നു? അവര് ഹോംലെസ് ആയിട്ട് ഏറ്റവും മീനിയൽ ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെടേണ്ടി വരുന്നു. പലപ്പോഴും ജോലി ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? ബെഗിങ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകേണ്ടി വരുന്നു. സോ എന്താണ് ഇവരുടെ മെന്റൽ ഹെൽത്ത് അപ്പൊ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കോൺസ്റ്റന്റ് ഹ്യൂമിലിയേഷനും എക്സ്ക്ലൂഷനും അനുഭവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവര് ആശ്വാസം കണ്ടെത്താനായിട്ട് ദർ ഇസ് എ ഹയർ യൂസ് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് അവരുടെ ഇടയിൽ കാണാം. അതായത് ആൽക്കഹോളും ഡ്രഗ്സ് പോലത്തെ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായി മാറുന്നു. ആൻഡ് പലപ്പോഴും അവരുടെ എൻവയൺമെന്റ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഇക്കോളജിയുമായിട്ട് അവർക്ക് ഇടപഴകാൻ കഴിയാതാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ദേ കിൽ ദംസെൽസ്, സൂയിസൈഡിലേക്ക് വരെ പോകുന്ന സാഹചര്യമാണ് സോഷ്യൽ നിഗ്ലക്ട് കൊണ്ട് ഉണ്ടാകുന്നത്. ആൻഡ് ഹെൽത്ത് ഡിറ്റീറിയേഷനും ഒരു പ്രധാന ഘടകമാണ്. അതായത് പറഞ്ഞു പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾക്ക് ഇവരൊരു ഹയർ റിസ്ക് ആണ്. അതായത് HIV, എയ്ഡ്സും മറ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഇവരുടെ ഇടയിൽ പ്രോമിനന്റ് ആണ്. ആൻഡ് സ്റ്റിഗ്മറ്റൈസേഷൻ ഇൻ ഹെൽത്ത് കെയർ, ഇവർക്ക് ഹെൽത്ത് കെയർ ആക്സസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള നോർമൽ എന്ന് ലേബൽ ഉള്ള ആളുകളെ പോലെ ആക്സസ് ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് ഇൻഡിവിജ്വൽസ് ഫ്രം സീക്കിംഗ് ടെസ്റ്റ് ഓർ ട്രീറ്റ്മെന്റ് ലീഡിംഗ് ടു ഫർദർ ഹെൽത്ത് ഡിക്ലൈൻ. സോ ഇവർക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഇൻഡിവിജ്വൽസ് പലപ്പോഴും രോഗാവസ്ഥയിലായാൽ പോലും ഒരു മെഡിക്കൽ കെയറിന് വിധേയമാകുന്നില്ല അല്ലെങ്കിൽ സീക്ക് ചെയ്യുന്നില്ല. അതുവഴി എന്താണ്? വീണ്ടും അവരുടെ ആരോഗ്യം ഡിറ്റീറിയേറ്റ് ചെയ്യാണ്. ആൻഡ് മറ്റൊരു തലം നോക്കിക്കഴിഞ്ഞാൽ സെക്ടർ സ്പെസിഫിക് ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് ദ ഡീഗ്രേഡബിൾ പൊസിഷൻ ഓഫ് ദി സെക്ഷൽ മൈനോറിറ്റീസ് ഇസ് മെയിൻറ്റെയിൻഡ് ത്രൂ എക്സ്ക്ലൂഷൻ ഇൻ ഓൾമോസ്റ്റ് എവറി സ്പിയർ ഓഫ് പബ്ലിക് ലൈഫ്. സോ അവരെ ഈ ഒരു പറയുന്ന ഒരു ഔട്ട്സൈഡ് ദി സിസ്റ്റം ആക്കുന്നത് വഴി എന്താണ്? അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട എല്ലാ മേഖലകളിലും അവർ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കണം. അത് എഡ്യൂക്കേഷൻ സെക്ടറിലും പബ്ലിക് സ്പേസസിലും എംപ്ലോയ്മെന്റ് തലങ്ങളിലും ലീഗൽ ഐഡന്റിറ്റി വന്നാലും എഡ്യൂക്കേഷൻ സെക്ടറിൽ പലപ്പോഴും എന്താണ്? അവർക്ക് സ്കൂളുകളിൽ എൻ്റർ ചെയ്യാനോ കോളേജ് എഡ്യൂക്കേഷനോ ഉള്ള അവസരം നൽകുന്നില്ല. സോ എന്താണ്? അവരുടെ ഇടയിൽ ഒരു ഹൈ ഇലിറ്ററസി റേറ്റ് കാണാം. സോ ആ എഡ്യൂക്കേഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്? ജോബ് മാർക്കറ്റിന്റെ ഭാഗമാകാൻ കഴിയുന്നില്ല. സോ അൾട്ടിമേറ്റ്ലി ദേ ആർ ലെഡ് ടു അൺഎംപ്ലോയ്മെന്റ്. സോ പബ്ലിക് സ്പേസസ് എടുത്തു കഴിഞ്ഞാൽ മെനി ആർ ഡിനൈഡ് ആക്സസ് ടു ബേസിക് സോഷ്യൽ സ്പേസസ് ലൈക്ക് ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, സിനിമ ഹാൾസ് ആൻഡ് ഗവൺമെന്റ് ഓഫീസസ്. സോ പലപ്പോഴും പബ്ലിക്കിന് ആക്സസ് ചെയ്യേണ്ട പല മേഖലകളിലും എന്താണ്? ഇവരുടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. സോ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്? അവരുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അതേപോലെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് ഗവൺമെന്റ് സെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവരുടെ ഒരു നിയർ ആബ്സെൻസ് അല്ലെങ്കിൽ വെരി സ്മോളർ റേറ്റ്സ് ആണ് കാണാൻ കഴിയുന്നത്. ആൻഡ് ലീഗൽ ഐഡന്റിറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇവർക്കൊരു വോട്ടർ ID യോ റേഷൻ കാർഡോ അത് ഇന്ത്യൻ ഇതിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും എന്താണ്? അവർക്ക് കോടതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അവർക്കൊരു ലീഗലി അവരെ ഐഡന്റിഫൈ പോലും ചെയ്യുന്നുള്ളൂ. അതുവരെ എന്താണ്? ദേ ആർ കൺസിഡർഡ് ആൻ ഇൻവിസിബിൾ എൻറ്റിറ്റി ആസ് ഫാർ ആസ് ദി സ്റ്റേറ്റ് വെൽഫെയർ മെക്കാനിസംസ് ആർ കൺസിഡർഡ്.
സോ സെക്ഷൽ മൈനോറിറ്റീസിന്റെയും ഹ്യൂമൻ റൈറ്റ്സും IPC സെക്ഷൻ 377 ഇതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ ദർ ഇസ് എ മിസ്സിംഗ് ലിങ്ക് ഇൻ ഹ്യൂമൻ റൈറ്റ്സ്. അതായത് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യലി ഫെയിൽ ടു മെൻഷൻ സെക്ഷൽ മൈനോറിറ്റി. സോ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തില്ല, ഈ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൽ മൈനോറിറ്റീസ് അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ള ഐഡന്റിറ്റി ഉള്ള ഈ സെക്ഷൽ മൈനോറിറ്റീസിന് ഇതിന്റെ ഒരു ഭാഗമാക്കിയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ലെഡ് ടു എ ലോങ് ഹിസ്റ്ററി ഓഫ് ഡിനൈഡ് റൈറ്റ്സ്. അവർക്ക് പല തലങ്ങളിലും ഹ്യൂമൻ റൈറ്റ്സ് അതുകൊണ്ട് തന്നെ നിരസിക്കപ്പെട്ടു. സോ ഇനിഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏർലി ഹ്യൂമൻ റൈറ്റ് ട്രീറ്റീസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ വിമൻ, ചിൽഡ്രൻ ആൻഡ് എത്നിക് മൈനോറിറ്റീസ്. സോ ഇനിഷ്യലി ഉള്ള ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ ആരുടെ മേലിലായിരുന്നു ഫോക്കസ്? സ്ത്രീകളുടെ മേലിലും കുട്ടികളുടെ മേലിലും എത്നിക് മൈനോറിറ്റീസിന്റെ മേലിലായിരുന്നു. അവിടെ സെക്ഷൽ മൈനോറിറ്റീസിന് ഒരു കൺസിഡറേഷൻ ഇല്ലായിരുന്നു. സോ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ഇടപെടൽ വരികയും they became a pioneer in speaking against discrimination based on sexuality. സോ ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ത് ചെയ്തു, അവര് ഒരു പ്രധാന ഘടകമായിട്ട് മാറി ഈ പറയുന്ന ഡിസ്ക്രിമിനേഷനെതിരെ പൊരുതാനായിട്ട്. ആൻഡ് ദ ടാൻസ്മാനിയ കേസ് 1990s ഉണ്ടായി. ഈ ഒരു കേസ് ഇതിന്റെ ഒരു ഭാഗമായി. അതായത് ദ UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ക്രിട്ടിസൈസ്ഡ് ആന്റി സോഡോമി ലോസ് ആസ് വയലേഷൻ ഓഫ് ദി റൈറ്റ് ടു പ്രൈവസി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. സോ ഈ ഒരു ടാസ്മാനിയ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് UN ഹ്യൂമൻ റൈറ്റ്സ് ഇത് ക്രിട്ടിസൈസ് ചെയ്തു. അതായത് സോഡോമി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൽ ആക്ട്, നോർമൽ ആയിട്ടല്ലാത്ത സെക്ഷൽ ആക്ട്സിനെ കുറിച്ചാണ് സോഡോമി എന്ന് പറയുന്നത്. സോ ആന്റി സോഡോമി ആ തരത്തിലുള്ള ആക്ട്സിൽ ഏർപ്പെടുന്ന അതൊരു വയലേഷൻ അല്ലെങ്കിൽ ഒരു ക്രൈം ആയിട്ട് രേഖപ്പെടുത്തുന്നത് വഴി എന്താണ്, അവിടെ ഒരു റൈറ്റ് ടു പ്രൈവസി ലംഘനമാണ് ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി വാദിച്ചത്. So Scandinavia introduced marriage equality and South Africa became a leader by prohibiting discrimination based on sexual orientation in its constitution. So ഇതിന് ഒരു പോസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്തു, സ്കാൻഡിനേവിയ എന്ത് ചെയ്തു, ഇറ്റ് ഇൻട്രൊഡ്യൂസ് മാരേജ് ഇക്വാളിറ്റി. അതായത് ഇവർക്ക് മാരേജ് റൈറ്റ്സ് നൽകി. ആൻഡ് സൗത്ത് ആഫ്രിക്കയിൽ എന്ത് ചെയ്തു, പ്രൊഹിബിറ്റഡ് ഡിസ്ക്രിമിനേഷൻ. അതായത് ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അടിസ്ഥാനമാക്കിയിട്ട് ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ലീഗൽ സാങ്ഷൻ ചെയ്തു. ആൻഡ് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തെ റിലീജിയസ് ആൻഡ് കൾച്ചറൽ പെർസ്പെക്ടീവ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്ചറലി, അതായത് മനുസ്മൃതിയും ഇസ്ലാമിക് പേഴ്സണൽ ലോസും എന്ത് ചെയ്യുന്നു, ഹോമോസെക്ഷുവാലിറ്റീനെ ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ബ്രിട്ടീഷ് റൂള് വഴി ജൂഡോ ക്രിസ്ത്യൻ മൊറാലിറ്റി ഇന്ത്യൻ ലോയുടെ ഭാഗമാകുന്നത് വഴി അവിടെയും എന്ത് ചെയ്തു, വീണ്ടും ഇതിനൊരു ഒഫൻസ് ആയിട്ട് ലേബൽ ചെയ്തു. സോ 1980s 90s ആയപ്പോഴത്തേക്ക് ഇതിനെതിരെ ഒരു ആക്ടിവിസം, അതായത് ഇവരെ സിസ്റ്റമാറ്റിക്കലി ഇങ്ങനെ ചൂഷണം ചെയ്യുകയും ഹരാസ് ചെയ്യുന്നതിനെതിരെ സ്റ്റാർട്ടഡ് ആക്ടിവിസം. സോ ബോംബെ ദോസ്റ്റ്, അതാണ് ദോസ്ത്. ഇറ്റ് ഇസ് termed as India's first gay magazine. 1980 പബ്ലിഷ് ചെയ്തതാണ് ബോംബെ ദോസ്ത്. സോ അതിന് ആദ്യത്തെ ഗേ മാഗസീൻ ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. കൂടാതെ സഖി ഒരു ലെസ്ബിയൻ കളക്റ്റീവ് ആണ് ഡൽഹിയിലുള്ള. സോ ഇവരെല്ലാം എന്ത് ചെയ്തു, ദേ സ്റ്റാർട്ടഡ് ടു വർക്ക് ഫോർ എൻ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടി. സോ ആക്ടിവിസം ഹാഡ് സ്പ്രെഡ് ടു മേജർ സിറ്റീസ് ലൈക്ക് ബോംബെ, കൊൽക്കത്ത, ബാംഗ്ലൂർ. ഈ പ്രധാനപ്പെട്ട സിറ്റീസിലേക്കെല്ലാം ഈ ആക്ടിവിസം കടന്നു ചെല്ലുകയും, പക്ഷെ എന്താണ്, അവിടെ ദോ മെനി ഓർഗനൈസേഷൻ സ്ട്രഗിൾ വിത്ത് ലാക്ക് ഓഫ് റിസോഴ്സസ് ആൻഡ് ഗവൺമെന്റൽ സപ്പോർട്ട്. സോ ഇവരെല്ലാം ഉണ്ടെങ്കിലും എന്ത് സംഭവിക്കുന്നു, പലപ്പോഴും ഇവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസോ ഗവൺമെന്റ് സപ്പോർട്ടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ആർ ലാക്കിംഗ്. So for over 150 years, Section 377 was primarily the tool for the state-sponsored discrimination of sexual minorities. So ഏകദേശം എന്താണ്, ഒരു 150 yearsന് മേളിൽ സെക്ഷൻ 377 ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, ഒരു സ്റ്റേറ്റ് തന്നെ ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ സാങ്ഷൻ ചെയ്യുകയായിരുന്നു. സോ 1861 ബ്രിട്ടീഷ് കൊളോണിയൽ ഇറയിലാണ് ഈ ഒരു നിയമവശം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇതുവഴി എന്ത് സംഭവിച്ചു, ഇറ്റ് ക്രിമിനലൈസ് കാർണൽ
ഇന്റർകോഴ്സ് അഗൻസ്റ്റ് ദി ഓർഡർ ഓഫ് നേച്ചർ, അതായത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത് ഒരു ക്രിമിനൽ ആക്കപ്പെട്ടു. സോ അതിന്റെ പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years ആൻഡ് എ ഫൈൻ. ഒരു ഫൈനും 10 വർഷത്തിന് മേളിൽ തടവും ഇതായിരുന്നു ഇതിന്റെ പെനാൽറ്റി. സോ ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട് നോക്കിയാൽ ഇറ്റ് റീഇൻഫോഴ്സ്ഡ് സോഷ്യൽ സ്റ്റിഗ്മ അലൗവിംഗ് ഫോർ ഹറാസ്മെന്റ് ബൈ അതോറിറ്റീസ് ആൻഡ് ദി എക്സ്ക്ലൂഷൻ ഓഫ് LGBTQ+ കമ്മ്യൂണിറ്റി ഫ്രം ദി പബ്ലിക് ലൈഫ്. സോ ഈ ഒരു നിയമവശം ഉള്ളത് കൊണ്ട്, നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? സൊസൈറ്റിയിലുള്ള സോഷ്യൽ സ്റ്റിഗ്മ കൂടുതൽ ദൃഢമാകുകയും മറ്റുള്ളവർക്ക് ഇവരെ ചൂഷണം ചെയ്യാൻ വഴിയൊരുക്കുകയും ചെയ്തു. So the historical decriminalization happened in 2018. അതായത് ഡെക്കേഡ്സോളം നീണ്ടു നിന്നിരുന്ന ലീഗൽ സ്ട്രഗിൾ എന്തിലേക്ക് എത്തിച്ചു? ഇറ്റ് ലെഡ് ടു ട്രാൻസ്ഫോർമേറ്റീവ് ജഡ്ജ്മെന്റ് ബൈ ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സോ നവജോത് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഈ കേസിൽ സെപ്റ്റംബർ 6, 2018 സുപ്രീം കോടതി എന്ത് ചെയ്തു? 377 സെക്ഷൻ 377 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും അതുകൊണ്ട് തന്നെ എന്താണ് കൺസെൻഷ്വൽ സെക്ഷൽ ആക്ട്സ് ബിറ്റ്വീൻ അഡൾട്ട്സ് ക്രിമിനലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. സോ അവിടെ ഒരു ഡീക്രിമിനലൈസേഷൻ നടക്കുകയാണ്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിൽ ഒരു ക്രൈം അല്ല എന്നുള്ളത് അവിടെ സുപ്രീം കോടതി വാദിക്കുകയാണ്. സോ അതുവഴി എന്ത് സംഭവിച്ചു? ദ കോർട്ട് അഫേം ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ഇന്റിമസി, പ്രൈവസി ആൻഡ് ഐഡന്റിറ്റി. സോ ഈ ഒരു വേർഡിക്റ്റ് വഴി കോടതി തന്നെ അവിടെ വാദിക്കുകയാണ്, ഈ സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ള ആളുകൾക്ക് എന്താണ്, അവർക്കും റൈറ്റ് ടു ഇന്റിമസി ഉണ്ട്, പ്രൈവസി ആൻഡ് ഐഡന്റിറ്റി, അവർ ഇതിനുള്ള ഫണ്ടമെന്റൽ അവകാശം അവർക്കുണ്ടെന്നുള്ളത് അവിടെ സ്ഥാപിച്ചു. So the judgment prioritized the rights of the individual over the traditional morality of the majority. So ഇത് എന്തിന്റെ ഒരു വിജയമായിട്ട് കാണണം? മെജോറിറ്റി എന്താണോ ശരി, അല്ലെങ്കിൽ മെജോറിറ്റിയുടെ ട്രഡീഷണൽ മൊറാലിറ്റിക്ക് യോജിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ളതിനെ എന്ത് ചെയ്തു? അതിന് ഒരു പ്രാധാന്യം ഉണ്ടെന്നും ആ മൈനോറിറ്റിയിൽ പെടുന്ന വിഭാഗങ്ങൾക്കും വ്യക്തികൾക്കും അവർക്കും they also have rights എന്നുള്ളത് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. സോ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് വാട്ട് ആർ ദി ഇഷ്യൂസ് ഓഫ് സെക്ഷൽ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൽ മൈനോറിറ്റീസ് ഇന്ത്യയിൽ നമ്മൾ എടുത്തിപ്പോ ടെർമിനോളജിക്കലി പറയുകയാണെങ്കിൽ ഹിജറാസ് അല്ലെങ്കിൽ ബൈസെക്ഷൽസും ലെസ്ബിയൻസും ദേ ഫേസ് എ ട്രയാഡ് ഓഫ് ഒപ്പറേഷൻ ഫ്രം സൊസൈറ്റി, ഫാമിലി ആൻഡ് സ്റ്റേറ്റ്. സോ ഈ പറയുന്ന വിഭാഗത്തിലുള്ള സെക്ഷൽ മൈനോറിറ്റീസ്, ഇന്ത്യയിലുള്ള സെക്ഷൽ മൈനോറിറ്റീസ് ഒരു ട്രയാഡ് ഓഫ് ഓപ്പറേഷന് വിധേയമാകുന്നവരാണ്. അത് ഫാമിലിയിൽ നിന്നും, സ്റ്റേറ്റിൽ നിന്നും, സൊസൈറ്റിയിൽ നിന്നും. സോ സ്റ്റേറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ലൈക്ക് ദി പോലീസ് ഓഫൺ ഫെയിൽ ടു പ്രൊട്ടക്ട് ദീസ് ഗ്രൂപ്പ്സ്. സോ സ്റ്റേറ്റ് മെക്കാനിസംസ് ആയിട്ടുള്ള ഒരു സിറ്റിസണിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെക്കാനിസംസ് തന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഇവർക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണം നൽകുന്നതുമില്ല. കൂടാതെ എന്ത് ചെയ്യുന്നു, അവര് ഈ വിഭാഗത്തിനെ ഇല്ലീഗലി ഡിറ്റെയിൻ ചെയ്യുകയും ഹരാസ് ചെയ്യുകയും അബ്യൂസ് ചെയ്യുന്നതുമായിട്ട് കാണപ്പെടുന്നു. ആൻഡ് ദ കമ്മ്യൂണിറ്റി എൻഡ്യൂർസ് വെർബൽ അബ്യൂസ്, ഫിസിക്കൽ വയലൻസ് ആൻഡ് ടോട്ടൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ. പലപ്പോഴും സിസ്റ്റമാറ്റിക്കലി ഇവര് വയലൻസിന് വിധേയമാകേണ്ടി വരുന്നു അറ്റ് ദി ഹാൻഡ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ആൻഡ് ഫാമിലിയാണ് ഇതിൽ ഫസ്റ്റ് സൈറ്റ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് നമ്മൾ കാണേണ്ടത്. അവിടെ ഇവരുടെ സെക്ഷുവൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇവരുടെ സെക്ഷുവൽ ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്തുന്നത് വഴി എന്താണ്, ഐദർ ഒരു ഇമ്മീഡിയറ്റ് റിജക്ഷൻ അവിടെ ഉണ്ടാകും. ആൻഡ് ഇമ്മീഡിയറ്റ് റിജക്ഷൻ ഉണ്ടാകുന്നത് വഴി എന്താണ്, അവരെ വീടിന് പുറത്താക്കപ്പെടുകയാണ്. ആ പുറത്താക്കുന്നത് വഴി അവർ ഹോംലെസ് ആയി മാറുന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് അവർക്ക് സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാകുകയാണ്. കൂടാതെ എന്താണ്, ലോസ് ഓഫ് റൈറ്റ്സ്, അവർക്ക് അവരുടെ ബേസിക് ആയിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ, അത് എന്താണ്, അവരുടെ സ്വത്ത് ലഭിക്കുന്ന അവകാശങ്ങൾ, അവരുടെ ബേസിക് നെസസിറ്റീസ് നിറവേറ്റാനായിട്ട് കുടുംബം എടുക്കേണ്ട ചുമതല അല്ലെങ്കിൽ കുടുംബത്തിന്റെ റോൾ എന്താണ്, അതെല്ലാം നഷ്ടപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അത് എന്തിലേക്കും കൂടെ നയിക്കുന്നു? ഇറ്റ് ലീഡ്സ് ടു ബാരിയേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ലഭിക്കാതെ വരിക, അതായത് പല നേരങ്ങളിൽ എന്താണ്, സ്കൂൾസിൽ അഡ്മിഷൻ ലഭിക്കത്തില്ല. സ്കൂൾസിൽ അഡ്മിഷൻ ലഭിച്ചാൽ തന്നെ എന്താണ്, പലപ്പോഴും ഈ
ഓറിയന്റേഷൻ ഉള്ള കുട്ടികൾ എന്ത് സംഭവിക്കുന്നു? ബുള്ളീഡ്. ആ ബുള്ളിങ് വഴി എന്താണ് ഡ്രോപ്പ് ഔട്ടിലേക്ക് നയിക്കുന്നു. ആൻഡ് ഡ്രോപ്പ് ഔട്ട് വഴി ദ ബേസിക്കലി ബിക്കമിങ് ഇല്ലിട്രേറ്റ്. സോ ഇല്ലിട്രേറ്റ് ആകുന്നത് കൊണ്ടും ആ ഒരു പ്രോപ്പർ സ്ട്രീം ഓഫ് എഡ്യൂക്കേഷൻ ലഭിക്കാത്തതുകൊണ്ട് തന്നെ എന്താണ് അവരെപ്പോഴും എംപ്ലോയ്മെന്റ് വരുമ്പോഴത്തേക്ക് ഒരു ഇൻഫോർമൽ സെക്ടറിലേക്ക് തള്ളപ്പെടുന്നു. ഇൻഫോർമൽ സെക്ടർ ആകുമ്പോഴത്തേക്ക് എന്താണ് അവര് സെക്സ് വർക്ക് അല്ലെങ്കിൽ ബെഗിങ് ആണ് കൂടുതലും ഇൻഫോർമൽ സെക്ടറിലും അവർ ഏർപ്പെടുന്ന മേഖലകൾ. ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഹെൽത്ത് കെയർ ആണ് മറ്റൊരു തലം. സോ ഇതാണ് നിങ്ങളുടെ യൂണിറ്റ് 2. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലെന്നാണോ? ആരുടെ ഒരു റെസ്പോൺസും ഇല്ല. നിങ്ങളുടെ ബ്ലോക്ക് 6 ആണ് ഞാനിപ്പോ എടുത്തത്. ബ്ലോക്ക് 5 നാളെ വേറൊരു ടീച്ചർ നിങ്ങൾക്ക് കവർ ചെയ്യും. നിങ്ങൾ ലഭിച്ച ടൈം ടേബിൾ നോക്കിയാൽ മതി.